ലൂയ്യ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് തിരുവചനത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സൂം മീറ്റിങ്ങിനകത്ത് വീഡിയോ ഓഫ് ആക്കാതെ, വീഡിയോ ഓൺ ആക്കാതെ ആരും ഇരിക്കരുത്. എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കുക. പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ കൂടിവരവ് നമുക്ക് അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ വീഡിയോ ഓഫാക്കി, വീഡിയോ ഓണാക്കാതെ ഓഡിയോ മാത്രം ഓണാക്കിയാൽ സ്തോത്ര പല അപശബ്ദങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഓഡിയോ ഓഫാക്കുക, വീഡിയോ ഓൺ ആക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സൂം മീറ്റിങ്ങിനകത്ത് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളോട് വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ ആമേൻ പരിശുദ്ധ ആത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീരും. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് രൂപാന്തരം വരുത്തുന്ന മീറ്റിംഗ് ആണ് ഈ റിവൈവൽ കോൺഫറൻസുകൾ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങുകളൊന്നും നമുക്ക് ഒഴിവാക്കാൻ ഒക്കത്തില്ല. മീറ്റിങ്ങുകളൊന്നും ഒഴിവാക്കരുത്. കഴിവതും നമ്മുടെ ഈ മീറ്റിങ്ങുകൾക്കകത്ത് പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. ശക്തമേറിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അനവധി ടെസ്റ്റ് മണികൾ ഈ മീറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് രൂപാന്തരങ്ങൾ, പല വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാലാണ് ഇത് നടക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ കൂടിവരവിനകത്ത് ചിലത് നടക്കാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. വലിയ കൂട്ടമില്ലെന്നോർത്ത് ആരും ഭാരപ്പെടേണ്ടതില്ല. വലിയ കൂട്ടങ്ങളിൽ നടക്കാത്തത് ഈ കൂട്ടങ്ങൾക്കകത്ത് നടക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ആ മനുഷ്യനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നു. ഇന്ന് രാത്രിയിൽ ആമേൻ സമൂഹം ഒത്തിരി കൂടെ ഉണ്ടായിരുന്നിട്ടും, ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നിട്ടും, ആ പട്ടണത്തിലെ മുഴുവനും ആളുകളും ആ വീട്ടിനകത്ത് നിറഞ്ഞു നിന്നിട്ടും വിശ്വാസത്തോടു കൂടെ ഒരു പക്ഷപാതക്കാരനെ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ച് അതിനകത്തോട്ട് ഇറക്കാൻ തയ്യാറായപ്പോൾ അവരുടെ വിശ്വാസം യേശു കണ്ടു. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രശ്നത്തെ, നിന്റെ വിഷയത്തെ ചില മേൽക്കൂരകളെ പൊളിച്ചിറക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, അതിനെ എഴുന്നേറ്റ് നടത്തുമാറാക്കുന്ന, അതിനോട് എഴുന്നേറ്റ് പോക എന്ന് പറയുന്ന അടുത്ത ശബ്ദത്തെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ആത്മാവിൽ വിശ്വാസത്തോടുകൂടെ ചില മേൽക്കൂരകൾ ഇന്ന് രാത്രി പൊളിയട്ടെ. ശാലമാനാഥ രാചലമന ഹാന്തരമന രാഖമനയാന്തനവ ചിലതെല്ലാം പൊളിയട്ടെ. ചില മുൻവിധികൾ ഇന്ന് രാത്രി പൊളിയട്ടെ. ശബരാധന യറാധന ഈ രാത്രി ചില മൂടുപടങ്ങൾ ഇതിനകത്തുനിന്ന്, ഈ മീറ്റിങ്ങിനകത്തുനിന്ന് കർത്താവ് അതിനെ എടുത്ത് വലിച്ച് ദൂരെ കളയുക. ഭയങ്കര വിടുതലിന്റെ ശുശ്രൂഷകളായി നടക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നിയോഗത്തോടുകൂടെ കർത്താവിന്റെ അഭിഷേകൻ അനൂപ് പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ കർത്താവിന്റെ അഭിഷക്തന്റെ കയ്യിൽ ഒരു ദൈവത്തിന്റെ ദൂതുമായി നമ്മോട് സംസാരിക്കേണ്ട, ദൈവത്തിന്റെ അരുളപ്പാടുമായി, പ്രവചന ശബ്ദമായി, വെളിപ്പാടുകളുമായി, ദർശനങ്ങളുമായി, പ്രവചനങ്ങളുമായി, വചനത്തിന്റെ വെളിപ്പാടുകളുമായി ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷേകത്തിനെ നമ്മുടെ നടുവിൽ അയച്ചിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള സമയങ്ങൾ വചന ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ അഭിഷേകത്തിനെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീഡിയോകൾ എല്ലാവരും ഓണാക്കുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈ റിവൈവൽ കോൺഫറൻസിൽ വചനവുമായി നിൽപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിൽ എൻ്റെ സഹോദരനും കർത്താവിൽ അഭിഷക്തനും പ്രിയ ഇവാൻസ് പാസ്റ്ററെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസയ്ക്കും ക്രിസ്തുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. മറ്റ് ഇന്ന് രാത്രികാല ഈ ഡിവൈസിലായിരിക്കുന്ന എല്ലാ ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനത്തെയും ഈ രാത്രികാലം വീണ്ടും അറിയിക്കുന്ന എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. വിവിധ രാജ്യങ്ങളിലായി, വിവിധ ദേശങ്ങളിൽ നിന്നായി നമുക്ക് ഒരുമിച്ച്
ഈ കൂട്ടായ്മയെ ആചരിപ്പാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ മേലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഏറ്റവും അനുഗ്രഹമായ നിലകളിൽ ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസനിലൂടെ ലീഡ് ചെയ്യപ്പെടുകയായിരുന്നല്ലോ. അനുഗ്രഹമേറിയ നിലകളിൽ വർഷിപ്പുകൾ നടത്തപ്പെടുവാൻ ദൈവം സഹായിച്ച് കർത്താവിൻ്റെ ദാസിയെ ദൈവം അതിനായി നിയോഗിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്നുള്ള നിമിഷങ്ങൾ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിൽ എന്താണ് കർത്താവിന് ചെയ്യുവാനുള്ളത്, അത് കർത്താവ് ചെയ്യട്ടെ, അത് കർത്താവ് പറയട്ടെ, അത് കർത്താവ് പ്രവർത്തിക്കട്ടെ. അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 18-ാം സങ്കീർത്തനം അതിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18:35. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. എന്നോട് ചേർന്ന് ആ വാക്യം നിങ്ങൾ ബൈബിൾ എടുത്തെങ്കിലും ഒന്ന് പറയണേ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ചില വിടുതലുകൾ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഒന്നും കൂടെ പറയുവാൻ കഴിയുമോ? നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഈ വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് നമ്മുടെ വചനമായി മാറും, നമ്മൾ സ്വന്തമാകട്ടെ. ഓരോ ബൈബിൾ വചനങ്ങളെയും ഹല്ലേലൂയ അതിൻ്റെ മീതെ കരം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ഇതെൻ്റെ വാക്ക്, ഇതെനിക്കുള്ള ദൂത, ഇതെനിക്കുള്ള ആലോചനയാണ്. ഇതെനിക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കുക. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനിത് സ്വീകരിക്കുക. ഹല്ലേലൂയ. ഓരോ വചനവും നമ്മൾ ഭക്ഷിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലത്തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആത്മാവിന് എന്താണോ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ ചെയ്യുവാനുള്ളത്, അതിനു വേണ്ടി നമ്മെ ഒന്ന് വിധേയപ്പെടുത്തുക. ഹല്ലേലൂയ. നമ്മുടെ ഭവനാന്തരീക്ഷം മുഴുവൻ ദൈവ സാന്നിധ്യത്തിനകത്ത് നിറയട്ടെ. ആയിരിക്കുന്ന ഭവനത്തിൻ്റെ എല്ലാ റൂമുകളിലും, എല്ലാ ഭവനം മുഴുവൻ, നാം ആയിരിക്കുന്ന ഇടം മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് കവർ ചെയ്യപ്പെടട്ടെ. അല്ലെങ്കിൽ എല്ലാ അശുദ്ധമായതും മാറിപ്പോകട്ടെ. തിരുവചന കേൾവിക്ക് തടസ്സമായി, തിരുവചനത്തിൻ്റെ വെളിപ്പാടുകൾക്ക് തടസ്സമായി, തിരുവചന ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ഫലപ്രാപ്തിക്ക് തടസ്സമായി നിന്നു വ്യാപരിക്കുന്ന സകല പൈശാചിക ശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടത്, നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അറിഞ്ഞത്, അല്ലെങ്കിൽ ഭവനത്തിനകത്ത് സംസാരിച്ചതായ എല്ലാ നെഗറ്റീവായുള്ള എല്ലാ വാക്കുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ക്യാൻസൽ ആകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമല്ല ഭവനാന്തരീക്ഷത്തിൽ ദൈവഹിതമല്ലാതെ ഹല്ലേലൂയ ദൈവത്തിന് ഹിതമല്ലാത്ത നിലകളിൽ ഹല്ലേലൂയ പിശാച് കൊണ്ടിട്ട് അവൻ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നീങ്ങിയേട്ട ശക്തമായ വചനത്തിന്റെ ആലോചനകൾ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ തന്നെ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അന്യായ ബന്ധനങ്ങൾ അഴിയണം, രോഗശക്തികൾ അഴിയണം, പൈശാചിക കെട്ടുകൾ അഴിയണം. ഹല്ലേലൂയ. ദുഷ്ടനുഖങ്ങൾ ഒടിയണം. ഇന്ന് രാത്രിയിൽ അസാധാരണമായ നിലകളിൽ ദൈവ സാന്നിധ്യ ഭവനത്തിനകത്ത് നമ്മുടെ ഓരോരുത്തരുടെ മേൽ ചലിച്ചിറങ്ങട്ടെ. അല്പസമയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. രാശം പ്രബാല തുരാജന അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് മാറട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഒരു നെറ്റ്വർക്കിന്റെ പ്രയാസം ഉണ്ട്, എനിക്ക് അത് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രികാലം അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിയിട്ട് ഹല്ലേലൂയ ഈ ശുശ്രൂഷ അവസാനിക്കും വരെയും അല്ലെങ്കിൽ നമുക്ക് നെറ്റ് നോർമലായ നിലകളിൽ ലഭിക്കണം. എൻ്റെ വാക്കുകൾ മുറിയാതെ നിങ്ങൾക്ക് കിട്ടത്തക്ക നിലകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യട്ടെ. ആകാശ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ശുശ്രൂഷയെ തടുത്തുകൊണ്ട് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെ ഞങ്ങൾ ദൂരീകരിച്ചകറ്റെ പ്രാർത്ഥിക്കുകയാണ്. അറാഖാബാര ശാന്തലാര വൈഡരാജര വേദ വൈഡവാര ഹർഷപ്രബാലതരകസിയാലക
അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട വചനത്തെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തന്നെ വിവേചിച്ച് നൽകി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉഡര ശംദര ജുഡര റഗശംബ്രബാല ഗത്തുരാജനഗടഗസി. ഹല്ലേലൂയ. വചനത്തിലെ മർമ്മങ്ങളെ വെളിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്തകളിൽ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നതിനെ ഇന്നു രാത്രികാലം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഡെലിവറൻസുകൾ ഉണ്ടാകണം. വചനം പ്രഖ്യാപിക്കുക മാത്രമല്ലപ്പ, വചനം പറയുക മാത്രമല്ലപ്പ, ആ വചനത്തിനകത്ത് വിടുതലുകൾ ഞങ്ങളുടെ മേൽ സംഭവിക്കണ്ടേ, വചനത്തിനകത്ത് സൗഖ്യം ഞങ്ങളുടെ മേൽ സംഭവിക്കണ്ടേ, വചനത്തിനകത്ത് ദൈവിക സംരക്ഷണതയുടെ കര ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങട്ടെ. അല്ലെങ്കിൽ വചനത്തിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം കർത്താവ് ഇമ്പാർട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനായി തന്നെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തുടർന്ന് അങ്ങ് സംസാരിക്കുന്ന നാവായി മാത്രം എളിവനെ നിർത്തും. മഹത്വം വ്യാപരിക്കും യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. അല്ലെങ്കിൽ ഒട്ടും അന്തരീക്ഷം വിട്ടുകളയാതെ ആത്മാന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കാം. ഞാൻ മറ്റ് ആമുഖങ്ങളൊന്നും പറയാതെ നേരെ വായിച്ച വചനത്തിനകത്തേക്ക് കയറുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ അതിനകത്ത് 3 കാര്യങ്ങൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു. ഒന്നാം, ഹല്ലേലൂയ, നിന്റെ രക്ഷ എന്ന പരിചയം എന്ത് ചെയ്തു നീ എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയാം, നിന്റെ രക്ഷ എന്ന പരിച നീ എനിക്ക് തന്നിരിക്കുന്നു. 2 പറയും, നിന്റെ വലങ്കൈ എന്നെ എന്ത് ചെയ്തിരിക്കുക, താങ്ങിയിരിക്കുക. നിന്റെ വലങ്കൈ എന്നെ താങ്ങിയിരിക്കുക. 3 പറയും, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. 1 ഭാഗം പറഞ്ഞു, നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയുവാൻ കഴിയും, പഴയ കാല യുദ്ധങ്ങളിൽ പരിച, വാള്, കുന്തം, ഇങ്ങനെ ഹല്ലേലൂയ ആ നിലകളിൽ യുദ്ധമുറകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. യുദ്ധ ആയുധങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, പരിച മാത്രമാണ് സംരക്ഷണതയ്ക്ക് വേണ്ടി അവരുപയോഗിക്കുവാനിടയായിത്തീർന്നത്. ശത്രുവിൻ്റെ വാള് വെട്ട് ഏൽക്കാതിരിക്കുവാൻ ശത്രു എയ്യുന്ന കുന്തമുനകൾ എത്ര ശ്രദ്ധയോടെ, എത്ര ഉന്നം വെച്ച് ഇത്ര ഉന്നം പിടിച്ച് എയ്യുന്ന ഹല്ലേലൂയ അമ്പുകൾ നമ്മുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കാൻ, എതിരാളിയുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഹല്ലേലൂയ മറച്ചു പിടിക്കുന്നതൊന്നാണ് പരിചയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഹല്ലേലൂയ പല അമ്പുകളും, ഹല്ലേലൂയ പല കുന്തമുനകളും പല വാളുകളും ഈ പരിചയിൽ വന്ന് തട്ടി വീഴുവാൻ ഇടയായിത്തീരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ പഴയകാല യുദ്ധങ്ങളിൽ ആയുധം എടുക്കുന്നവൻ അല്ല അല്ലെങ്കിൽ പരിചയം എടുക്കുന്നത്, പരിചയമായിട്ട് ഒരാൾ മുന്നിൽ നിൽക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഇത് പരിചയമാണെങ്കിൽ പരിചയം എടുത്തുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യും, മുന്നിൽ നിൽക്കുവാനിടയായിത്തീരും. മുന്നിൽ പരിചയം എടുത്ത് നിൽക്കുന്ന ആളുടെ പിന്നിലാണ് ഹല്ലേലൂയ വെട്ടാൻ നിൽക്കുന്നയാൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ അമ്പും വില്ലുമായിട്ട് ആൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇവന്റെ മുമ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ പരിചയമായിട്ട് നിൽക്കുന്നവൻ്റെ മുമ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ എന്തു പറ്റും, അവിടുന്ന് വരുന്ന വാള് നേരെ വരും, അവിടുന്ന് ഏൽക്കുന്ന കുന്തം നേരെ വന്ന് എന്ത് ചെയ്യും, ചാണ്ടുവാനിടയായിത്തീരും. പക്ഷേ ഹല്ലേലൂയ പരിചയ പിടിച്ചുകൊണ്ട് ഒരുത്തൻ മുന്നിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ ശത്രു അവിടുന്ന് അമ്പ് എയ്ത് കഴിയുമ്പോൾ, ശത്രു അവിടുന്ന് ഹല്ലേലൂയ ആയുധങ്ങളെ ഇങ്ങോട്ട് എറിഞ്ഞു കഴിയുമ്പോൾ, പണ്ടത്തെ പരിചയം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അത് വലുത്. നമ്മൾ കളരിപ്പയറ്റിന്റെ പരിചയമാണ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ റോമൻ സാമ്രാജ്യത്തിലേക്ക് പിടിക്കുമ്പോഴത്തേന് ഒരാൾക്ക് മറഞ്ഞിരിക്കാം പരിചയക്കത്. അത് പരിചയ പിടിച്ചുകൊണ്ട് കീഴോട്ട് കുനിഞ്ഞിരുന്നാൽ മതി. കുനിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് കവർ ചെയ്യും. അപ്പം മനസ്സിലാകുന്നുണ്ട്, ശരീരത്തിലെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യത്തില്ല, ഹല്ലേലൂയ ഈ ശത്രുവിന്റെ ആയുധം ഏൽക്കത്തില്ല. ആ നിലകളിൽ എന്ത് ചെയ്യുക, സംരക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ സംരക്ഷണതയുണ്ടായിരുന്ന ഗോലിയാത്തിനെയാണ് ദാവീദ് വീഴ്ത്തിയത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിയോഗത്തോടെ അഭിഷേകത്തോടെ താൻ എറിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ശത്രുവിന് പരിചയം എടുക്കാൻ നോക്കാൻ പോലുള്ള സമയം കിട്ടി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ അവിടെ പറഞ്ഞു വിടട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം,
മുന്നിൽ നിൽക്കുന്ന പരിചക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് പിന്നിൽ നിൽക്കുന്ന ആയുധക്കാരൻ അല്ലെങ്കിൽ വലിയ യുദ്ധം ചെയ്യുന്നവൻ നോക്കണം. അവൻ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവന്റെ മൂവ്മെന്റ്സ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവന്റെ മൂവ്മെന്റ്സ് ശ്രദ്ധിച്ചുകൊണ്ട് വേണം വെട്ടാനും കുന്തം ചാണ്ടാനും ഇതെല്ലാം ചെയ്യാൻ. അവന്റെ ശ്രദ്ധ മുഴുവൻ ശത്രുവിന്റെ ആയുധം എങ്ങനെ വരുന്നേ? ശത്രുവിന്റെ ആയുധം എന്റെ പിന്നിൽ നിൽക്കുന്നവന്റെ മേൽ തുടരുത്. ഹല്ലേലൂയ. അതിനുവേണ്ടി അതിനെതിരെ അതിനകത്തുനിന്ന് രക്ഷാ കവചം പോലെ അവൻ പ്രവർത്തിപ്പാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, എനിക്ക് കുന്തമുണ്ട്, എനിക്ക് വാളുണ്ട്, എനിക്ക് നന്നായിട്ട് വാളെടുക്കാൻ അറിയാം, എനിക്ക് നന്നായിട്ട് കുന്തം ചാണ്ടാൻ അറിയാം, അതുകൊണ്ട് പരിചക്കാനില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ, യുദ്ധത്തിനകത്ത് അധികം സമയം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, അധികം സമയം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം പിടിച്ചു നിൽക്കണമെങ്കിൽ പരിചക്കാരൻ മുന്നിൽ നിൽക്കട്ടെ. പരിചയായവൻ നമുക്ക് സംരക്ഷണതയായി ഇറങ്ങി നിൽക്കട്ടെ. ഹല്ലേലൂയ. ആത്മകണ്ണുകൾ കൊണ്ട് ദാവീദ് പാടുവാനിടയായി തീർന്നു. 3-ാം സങ്കീർത്തനം 3-ാം വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയ. ഹല്ലേലൂയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയ. ഹല്ലേലൂയ, ചുറ്റും പരിചയ. ഹല്ലേലൂയ, മുന്നിൽ മാത്രമല്ല ഇരു സൈഡുകളിലും പിന്നെയോ എല്ലാമായി. ഹല്ലേലൂയ, പരിചയ. എവിടുന്ന ശത്രുവിന്റെ അറ്റാക്ക് കയറി വരുന്നതെന്ന് അറിയത്തില്ല, എവിടുന്ന് ഒരു ചതി വരുന്നതെന്ന് അറിയത്തില്ല, എവിടുന്ന് ചതിയുടെ ആയുധങ്ങൾ വരുന്നെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, ശത്രു എയ്യുന്നത്, ശത്രു ചതിച്ചെറിയുന്നത് എവിടുന്ന, അവന്റെ വെട്ട എവിടുന്നാന്ന് അറിയത്തില്ല. പക്ഷേ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനാൽ, ഒരു പരിചയാൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിൽക്കുന്നു എന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയ ദൈവമല്ലേ. അല്ലെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണതയ്ക്കകത്താണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ആ സാന്നിധ്യത്തിനകത്താണെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണെങ്കിൽ, ആ ദൈവിക സാന്നിധ്യത്തിന്റെ മറവിലാണെങ്കിൽ, അല്ലെങ്കിൽ ദുഷ്ടപിശാച എടുക്കുന്ന ഒരു ആയുധവും എന്റെയും നിങ്ങളുടെ കുടുംബത്തിൽ ഫലിക്കത്തില്ല, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കത്തില്ല, എന്റെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഫലിക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ ആയുധങ്ങൾ എത്ര ശ്രേഷ്ഠമായിക്കോട്ടെ, അവന്റെ ആയുധങ്ങൾ എത്ര വിലപ്പെട്ടതായിക്കോട്ടെ, തൊടാൻ സമ്മതിക്കത്തില്ലെന്ന് ചൂടാല വൈഡാല ഹർഷപ്രഭാല ദുരജാരകധാര വൈഡമാന ഹർഷംപ്രഭാല ഗതുരാജനഘടകസി അന്തുരാജനക ശബ്ദരാജനഘടകസി യാലകത്തുരാജര. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയ. ഇന്ന് രാത്രികാലം വിശ്വസിച്ച്, യഹോവ എനിക്ക് ചുറ്റും പരിചയമായിട്ടുണ്ട്, യഹോവ എനിക്ക് ചുറ്റും പരിചയമായിട്ടുണ്ട്. എന്റെ കുടുംബത്തിന് സംരക്ഷണതയായി കർത്താവുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണതയായി കർത്താവുണ്ട്, എന്റെ ഭർത്താവിന് സംരക്ഷണതയായി കർത്താവുണ്ട്, എന്റെ ഭാര്യയ്ക്ക് സംരക്ഷണതയായി കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, ആ സംരക്ഷണതയുടെ വലയത്തിനകത്ത് കയറുക. ഹല്ലേലൂയ. ചൂടാര വൈഡവാര ഹർഷപ്രഭാല ഗതുരാജന്റെ ഘടകസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും സ്വർഗത്തിലെ ദൈവം മതിലായിട്ട് നിന്നല്ലേ, വേലികെട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന് ഒറ്റ കാര്യമാണ്, നീ ആ വേലി ഒന്ന് പൊളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേലി ഒന്ന് പൊളിയട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, വേലി പൊളിയാൻ വേണ്ടി തക്കം പാത്തു ദുഷ്ടപിശാച് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. സാന്നിധ്യത്തിനകത്തുനിന്ന് അകന്നു പോകരുത്, ദൈവകൃപ കിട്ടു പോകരുത്, അഭിഷേകത്തിനകത്തുനിന്ന് വിട്ടുപോകരുത്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ലൈഫിനകത്തുനിന്ന് മാറരുത്, ദൈവിക ആരാധനക്കകത്തുനിന്ന് മാറരുത്. ഹല്ലേലൂയ. ഇവൻ തക്കം നോക്കി നടക്കുക, അവൻ ഒരു മടുപ്പുമില്ലാത്തവനാ. നമ്മൾ പ്രാർത്ഥനയിൽ മടുക്കുന്നത്, നമ്മൾ ആരാധനയിൽ മടുക്കുന്നത്, അല്ലെങ്കിൽ പിശാചിന് ഒരു മടുപ്പുമില്ല. ഹല്ലേലൂയ. ഏതുവിനെയും തന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ നശിപ്പിച്ചു കളയുവാൻ അവൻ ശ്രദ്ധയോടെ നടക്കുമ്പോൾ, ആ വേലിയുടെ സംരക്ഷണത, സ്വർഗത്തിലെ ദൈവിക സംരക്ഷണതയുടെ വലയത്തിനകത്തല്ല നമ്മളെങ്കിൽ ഹല്ലേലൂയ പിന്നെ ഉപവസിക്കേണ്ടി വരും. ഹല്ലേലൂയ.
ഹല്ലേലൂയ സാമ്പത്തിക നഷ്ടം, തലമുറ മോശപ്പെട്ടു, ഹല്ലേലൂയ ബിസിനസ് നഷ്ടമായി, ഹല്ലേലൂയ പലതും ഹല്ലേലൂയ പലതും നഷ്ടങ്ങളുടെ കാരണം എന്താ? സംരക്ഷണത ഇല്ല. ഹല്ലേലൂയ എവിടേക്കോ ഹല്ലേലൂയ സംരക്ഷണ വേലി പൊളിഞ്ഞോ എന്ന് രാത്രികാലം ആത്മാവ് പ്രവചിച്ച് ദൂത് കൈമാറുമ്പോൾ ഹല്ലേലൂയ എവിടെയാ ഹല്ലേലൂയ വേലി പൊളിഞ്ഞതെന്ന് മനസ്സിലാക്കുക, എവിടെയാ കുറവുകൾ വന്നതെന്ന് മനസ്സിലാക്കുക, എവിടെയാ പോരായ്മകൾ വന്നതെന്ന് മനസ്സിലാക്കുക. അതൊരു പ്രവാചകൻ പറയണ്ടെന്നേ, നാം തന്നെ ഒന്ന് നോക്കിയാൽ മതി എന്ന് രാത്രികാലം നമ്മയിലേക്കൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ എവിടെന്നാ ഹല്ലേലൂയ കുറവുകൾ വന്നത്? പിശാചിനെ എന്റെയും നിങ്ങളുടെ ഭവനത്തിനകത്ത് കേറത്തക്ക നിലകളെ, നമ്മുടെ ബിസിനസ്സിനകത്ത് കേറത്തക്ക നിലകളെ, നാം ആയിരുന്ന ആത്മമണ്ഡലത്തിനകത്തേക്ക്, ആത്മീയമായ ശുശ്രൂഷയിലേക്ക്, നമ്മുടേതായ മേഖലകളിലേക്ക് അവൻ കടന്നു കയറത്തക്ക നിലകളിൽ എവിടെയാ സംരക്ഷണതയുടെ വേലി പൊളിഞ്ഞത്? എവിടെയാ പരിചക്കാരൻ മാറി നിൽക്കുന്നത്? ഇന്ന് രാത്രികാലം തിരിച്ചറിയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സുദർശന ചക്ര എന്ന് പറയുന്ന ഹല്ലേലൂയ S-400 എത്ര സുരക്ഷിതത്വം നമുക്ക് വേണ്ടി ഒരുക്കി. അങ്ങനെ ഒരു സംഭവം ഇന്ത്യക്ക് ഇല്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ഈ സൂം മീറ്റിങ്ങിനകത്ത് നമ്മളൊക്കെ ഉണ്ടാകുമോ? ഈ കൂട്ടായ്മ ഹല്ലേലൂയ അത് ഉണർന്ന് പ്രവർത്തിച്ച സമയത്തല്ലേ? ഹല്ലേലൂയ തക്ക സമയമായപ്പോൾ എത്രയോ മിസൈലുകൾ, എത്രയോ ഹല്ലേലൂയ ആയുധങ്ങൾ ഹല്ലേലൂയ ശത്രു തൊടുത്തതാ. പക്ഷേ നമ്മുടെ മിലിറ്ററി ഹല്ലേലൂയ ശക്തമായിട്ട് നിന്നു. ഹല്ലേലൂയ അവർ ഉണർന്നു പ്രവർത്തിച്ചു. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഹല്ലേലൂയ അങ്ങനെ പ്രവർത്തിച്ചപ്പോഴത്തേനല്ലേ ഹല്ലേലൂയ അത് ഉണർന്നു പ്രവർത്തിച്ചപ്പോൾ, എല്ലാ സിസ്റ്റവും ഉണർന്നു പ്രവർത്തിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഹല്ലേലൂയ പ്രതിവിധി എന്തായിരുന്നു കാണാൻ, അതിന്റെ ഫലം എന്തായിരുന്നു നമുക്ക് കാണാൻ കഴിയും അല്ലെ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സംരക്ഷണത വിട്ടു പോകരുത്. ഹല്ലേലൂയ. ചുറ്റും പരിചയമായിട്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ ചുറ്റും പരിചയമായിട്ട് സ്വർഗീയ കാവൽ. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു. ഇന്ന് രാത്രികാലം എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ആകുലപ്പെടുന്നത്? എന്തിനാ നിരാശപ്പെടുന്നത്? ഹല്ലേലൂയ. കർത്താവിന്റെ പരിപാലനം എനിക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ പരിപാലനം എനിക്കുണ്ടെങ്കിൽ ചുറ്റും ശത്രുക്കൾ നിരക്കട്ടെന്ന്. ഹല്ലേലൂയ. എലീശയോട് ചോദിച്ചാൽ എലീശ പറയും ഹല്ലേലൂയ ഗേഹസി കാണാത്തതൊന്നും അവൻ കാണുവാൻ ഇടയായി തീർന്നു. ഗേഹസി കണ്ടത് അരാമ്യ പടക്കൂട്ടത്തെ. പക്ഷേ അരാമ്യ പടക്കൂട്ടത്തെ അരാമ്യ പടക്കൂട്ടത്തിന്റെ കവർ ചെയ്ത് നിൽക്കുന്ന അരാമ്യ പടക്കൂട്ടത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്ന സ്വർഗീയമായ സംരക്ഷണതയുടെ വലയം തന്റെ ഭക്തൻ കണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. എന്റെയും നിങ്ങളുടെ കുടുംബം, എന്റെയും നിങ്ങളുടെ ഭവനത്തിനകത്ത് ആ സംരക്ഷണതയുടെ വലയമുണ്ട്. അത് ഭേദിച്ച ഒരു ആഭിചാരത്തിനും നമ്മെ തൊടാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുക. ഒരു മന്ത്രവാദ ശക്തികൾക്ക്, ഒരു ക്ഷേത്ര ശക്തികൾക്ക്, ഒരു പൂജാ ശക്തികൾക്ക്, അല്ലെങ്കിൽ ഒരു ഹോമങ്ങൾക്ക്, അല്ലെങ്കിൽ ഒന്നിന് നമ്മെ തൊടാൻ കഴിയത്തില്ല. ചൂടാല വൈഡാല ഹർഷപ്രഭാല ഗതുരാജന. ഇന്ന് രാത്രികാലം അങ്ങനെയുള്ള ചില മേഖലകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകരട്ടെ. രാശംപ്രഭാല ഗതുരാജന വേദ വൈഡി മനംപ്രഭത്തുരാജന. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ അവൻ രക്ഷയെന്ന പരിചയമായിട്ട് എനിക്കുണ്ട്. ഹല്ലേലൂയ. രക്ഷയായിട്ട് എന്റെ ദൈവം എനിക്ക് നിൽക്കുകയാ. ഹല്ലേലൂയ. എന്നെ പരാജയപ്പെടുത്താൻ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല. എന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല. എന്റെ കുടുംബത്തെ പരാജയപ്പെടുത്തുവാൻ, എന്റെ കുഞ്ഞുങ്ങളെ പരാജയപ്പെടുത്തുവാൻ, എന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് ദൈവ പൈതലെ ഇന്ന് രാത്രികാലം വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുക. ചൂടാല വൈഡവാന ഹർഷപ്രമാല ഗതുരാജന ഘടകധാര അന്തരാധനഗക്ഷംപ്രമാല ഹസപ്രവേരിയാന്തര. ഹല്ലേലൂയ. നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയ. അത് മാത്രമല്ല
എന്റെ തല ഉയർത്തുന്നവനാ, അല്ലെങ്കിൽ തല എടുക്കുമെന്ന് പറഞ്ഞ് ദുഷ്ടപിശാച് നിൽക്കുമ്പോൾ തലയെ ഉയർത്തുന്നൊരു ദൈവം, അല്ലെങ്കിൽ നിന്റെ തലയെ കുനിയിക്കുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ, നീ ഹല്ലേലൂയ തല ഉയർത്തി നടക്കത്തില്ലെന്ന് പറഞ്ഞ ശത്രുക്കൾ വെല്ലുവിളിക്കുമ്പോൾ ഇല്ല, ഹല്ലേലൂയ എന്റെ തലയെ ഉയർത്തുന്നവനായി എന്റെ ദൈവം. ഹല്ലേലൂയ. എവിടേക്കോ ഷെയിമായി പോയ, എവിടേക്കോ കളിയാക്കപ്പെട്ട, എവിടേക്കോ പരിഹസിക്കപ്പെട്ട മേഖലകളെ കർത്താവ് ഇന്ന് രാത്രികാലം പൊളിച്ചു മാറ്റിയട്ട. ഹല്ലേലൂയ. നിങ്ങളുടെ തലയെ, നമ്മുടെ തലയെ ദൈവം ഉയർത്തുക. ഇന്ന് രാത്രികാലം വിശ്വസിക്കും, നിന്റെ തലയെ ദൈവം ഉയർത്തോ. ഹല്ലേലൂയ. തലയെ ദൈവം ഉയർത്തോ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക, എന്റെ തലയെ ദൈവം ഉയർത്തോ, എന്റെ കുഞ്ഞിന്റെ തലയെ ദൈവം ഉയർത്തോ, എന്റെ ഭവനത്തെ ഉയർത്തോ. ഹോഡാബ ശാന്താല വൈഡാബ ഹസപ്രഭാല റേശാന്തര ജുഡാലക ശപ്രഭാല. ഹല്ലേലൂയ. അവൻ രക്ഷയുടെ പരിചയം എനിക്കുണ്ട്, അവൻ രക്ഷയെന്ന പരിചയം എനിക്ക് നൽകിയിരിക്കുക. ഹല്ലേലൂയ. എന്നെ സൂക്ഷിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ കാവൽ ചെയ്യുന്ന ഹല്ലേലൂയ സ്വർഗീയ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുകയാണ്. മറ്റൊരു വാക്യം കൂടെ ഞാൻ ഒരു പ്രവചനം പോലെ ദൂതായിട്ട് നിങ്ങൾക്ക് കൈമാറുക. അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ ശേഷം ഉൽപ്പത്തി 15:1. ഹല്ലേലൂയ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിലെ യഹോവയുടെ അരുളപ്പാടുണ്ടായത്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്നവരെ പേര് പറഞ്ഞ ദൈവാത്മാവ് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നിന്റെ പരിചയ, ഞാൻ നിന്റെ പരിചയ. അതെ ഹല്ലേലൂയ. ആലിസ് ഫിലിപ്പാനെ പറ, ഹല്ലേലൂയ എന്റെ പരിചയ. ലില്ലിക്കുട്ടിയാനെ പറ, ഹല്ലേലൂയ ദൈവം പറയ പരിചയ, ഞാൻ നിന്റെ പരിചയ. മറിയാമ ഹല്ലേലൂയ ഇട്ടിയാനെ, ഹല്ലേലൂയ ദൈവം പറയുന്നു പരിചയാണെന്ന്. റിൻസി സിസ്റ്റർ ദൈവം പറയുന്നു പരിചയാണെന്ന്. റൂബിയാന്റെ ദൈവം പറയുന്നു പരിചയാണെന്ന്. ഇവാൻ സ്വാസ് ദൈവം പറയുന്നു പരിചയാണെന്ന്. ലിസിയാനി ദൈവം പറയുന്നു പരിചയാണെന്ന്. ഫേബ സിസ്റ്റർ ദൈവം പറയുന്നു പരിചയാണെന്ന്. അല്ലെങ്കിൽ ജിൻസി സിസ്റ്റർ ദൈവം പറയുന്നു പരിചയാണെന്ന്. ഷീബ ശുഭാന്റെ ദൈവം പറയുന്നു പരിചയാണെന്ന്. അനീഷ സിസ്റ്റർ ദൈവം പറയുന്നു പരിചയാണെന്ന്. അല്ലെങ്കിൽ അന്നമ്മ ചാണ്ടിയാന്റെ ദൈവം പറയുന്നു പരിചയാണെന്ന്. സാറാമ മറ്റപ്പള്ളി മാതിരിപ്പള്ളിയാന്റെ അല്ല ദൈവം പറയുന്നു അല്ലെങ്കിൽ പരിചയാണെന്ന്. ബ്രിജിത അരുണ അല്ല ദൈവം പറയുന്നു പരിചയാണെന്ന്. എലിസബത്ത് മാത്യു ഡിവൈസ് അല്ല ദൈവം പറയുന്നു പരിചയാണ്. ഹല്ലേലൂയ. ഓരോരുത്തരുടെ ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുക. ജൂഡാല വൈഡാല ഹല്ലേലൂയ പരിചയാണെന്ന് ദൈവം. ഹല്ലേലൂയ. ജെസി ജേക്കബാന്റെ ദൈവം പരിചയാണെന്ന്. റീന റജിയാന്റെ ദൈവം പരിചയാണെന്ന്. ചീന അന്ന ആനെ ഹല്ലേലൂയ ദൈവം പരിചയാണെന്ന്. ജിനു ഡിവൈ ദൈവം പറയുന്നു ബിന്ദു ദൈവം പറയുന്നു പരിചയാണെന്ന്. ഏലിയാമ എബ്രഹാം ആ ഡിവൈസിലായിരിക്കുന്ന ദൈവാസി ദൈവം പറയുന്നു പരിചയാണെന്ന്. രാത്രികാലം അല്ലെങ്കിൽ അബ്രഹാമിനോട് ഇറങ്ങി വന്നത് പറഞ്ഞതുപോലെ നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത് ആ ദൈവ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുക. അല്ലിയ ദൈവം ഹല്ലേലൂയ ചെവിക്കകത്ത് വന്ന് പറയുന്നു, ദൈവാത്മാവ് പറയുന്നു അല്ലെങ്കിൽ ഞാൻ നിന്റെ പരിചയ. നിന്നെ തകർക്കാൻ ആർക്ക് കഴിയുമെന്ന്, നിന്നെ തകർക്കാൻ ഏത് ആഭിചാരകന് കഴിയുമെന്ന്, ഏത് മന്ത്രവാദിക്ക് കഴിയുമെന്ന് ഇന്ന് രാത്രികാല ദൈവ പരിചയാണ്. ഹുറല വൈഡാല ശാന്തല വൈഡല ജുഡരഗക്ഷമാല അതുരാരഭക്ഷമാല ഹത്തുരാജരഘടകസി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ചില ദുരാത്മ മണ്ഡലങ്ങൾ ഭവനാന്തരീക്ഷങ്ങളിൽ നഴിയുന്നു. ഞാൻ അതാത്മാവിൽ കാണുകയാണ്. അന്തരാ ജനഘടകസി ചില ഭവനങ്ങളെ നകത്തുന്നത്. ഹല്ലേലൂയ. ദൈവ സംരക്ഷണയെ ഭേദിച്ചുകൊണ്ട് ഹല്ലേലൂയ ചില തകർച്ചകളിടാൻ, ചില രോഗങ്ങൾ വിതയ്ക്കാൻ, ചില നാശം സൃഷ്ടിക്കാൻ, ചില ഹല്ലേലൂയ നഷ്ടങ്ങൾ കൊണ്ടുവരാൻ ദുഷ്ട പിശാചിട്ട ചില പദ്ധതികളെ വേരോടെ ആത്മാവ് വചനത്താൽ പിഴുതുകളയ. അല്പസമയ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. വൈഡമാല ഹർഷപ്രഭാല ധാരകാര അംദുര ജനഘടകധര സമാന വൈഡല അറത്തേനി അന്തര. ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന ഒരാൾക്ക് വേണ്ടിയല്ല, ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ. ആത്മാവ് പ്രവചിക്കുക. അന്തുര വൈഡമ ഹർഷപ്രഭാല ദൂര വൈഡമാല. ഇന്ന് രാത്രികാലം ചില കെട്ടുകൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. ചില ദുരാത്മ സ്വാധീന വലയങ്ങൾ ഭവനാന്തരീക്ഷങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. നാളുകളെ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരടി ചലിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ഭയമിട്ട് പോരാടി നിൽക്കുന്ന പോരുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറട്ടെ.
ജൂഡ ലാബ ഹഷം ദല വൈഡബാര ധീര വൈഡബര ഹഷപ്രവേരിയാന്തര അധുന ജനഘടക ശമാനകത്തുരാതര അതിൽ പരാജയ ഭീതി കൊണ്ടുവന്ന അതിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോഴേക്ക് നെഗറ്റീവായുള്ള വാക്കുകൾ, നെഗറ്റീവായുള്ള ചിന്തകൾ കൊണ്ടിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ വ്യാപരിക്കുന്ന മേഖലകളെ ദൈവാത്മ പൊളിച്ചു കളയുക. ഹോറാബ ഇന്ന് രാത്രികാല ദൈവ ശകമായി പറയുന്നു, ഞാൻ നിന്റെ ഹല്ലേലൂയ പരിചയ അതിമഹത്തായ പ്രതിഫലമാ, അതിമഹത്തായ ഹല്ലേലൂയ മഹത്തമായതല്ല, അതിമഹത്തായ ഒരു എക്സലന്റ് ഗ്ലോറി ഹല്ലേലൂയ റീഖമാന ശംദരാജര മഹത്വത്തിലല്ല അതിമഹത്വത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുക. മഹത്വത്തിലല്ല അതിയായ മഹത്വത്തിൽ ഹല്ലേലൂയ ശംദര ഹറക്കമാന ഹടരെ അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രേഷ്ഠമായ പല പ്രതിഫലങ്ങൾ ഈ ലോകത്തിൽ പലർക്കും തരാൻ കഴിയും, പല റെമ്യൂണറേഷനുകൾ പലർക്കും തരാൻ കഴിയും. പക്ഷേ അവർക്കൊന്ന് ചെയ്യാൻ കഴിയാത്തത്, അവർക്കൊന്ന് ഹല്ലേലൂയ തരാൻ കഴിയാത്തത് ഒന്നാ. ഹല്ലേലൂയ തരാൻ കഴിയുന്നവൻ അവൻ പറയുക അതിമഹത്തമായ പ്രതിഫലം, അതിമഹത്തമായ പ്രതിഫലം, അതിമഹത്തമായ പ്രതിഫലം. ചൂടാര ഹംബ്രബാല ഹല്ലേലൂയ ജോലി ചെയ്താൽ ജോലിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. എന്നാൽ ലഭിക്കുന്ന പ്രതിഫലം ഹല്ലേലൂയ ജോലി ചെയ്തതിന് മീതയായാൽ അത് അതിമഹത്തമാണ്. ഹല്ലേലൂയ നമ്മൾ അധ്വാനിച്ചതിന്, ഹല്ലേലൂയ നമ്മൾ കണക്ക് കൂട്ടിയതിന് അപ്പുറമായതൊന്ന് തരാൻ ദൈവശക്തന. ദൈവം തരുന്നത് അങ്ങനെയാ, ദൈവം തരുന്നത് അങ്ങനെയാ. ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞു പ്രാർത്ഥനകൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ കുഞ്ഞു പ്രാർത്ഥന, ഞങ്ങളുടെ ചെറിയൊരു ടൈമിലെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്നത് വലിയ കാര്യങ്ങളല്ലേ, അതിന്റെ റിസൾട്ട് വലുതല്ലേ, അതിന്റെ പ്രതിഫലം വലുതല്ലേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ചൂടാര ഹംബ്രബാല ഗത്തുരാജര ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവിക പേയ്മെന്റുകൾ അതിശ്രേഷ്ഠമാണ്, അതിമഹത്വമുള്ളതാണ്. ഇന്ന് രാത്രികാലം അങ്ങനെ ചൂടാല ഹർഷപ്രബാല അതുരാജന ഘടകസി അംബരാ ജനഘടക ദുരാജന ശമാന വൈഡി മന ശപ്രബാല അതുരാജന ഘടകസി അംബര. ലാബാൻ കൊടുത്താൽ യാക്കോബിന് കൊടുക്കുന്നതിനൊരു പരിധി കാണും. പക്ഷെ ദൈവം കൊടുത്തപ്പോൾ ഹല്ലേലൂയ ലാബാൻ കൊടുത്താൽ ലാബാൻ 10 പ്രാവശ്യം യാക്കോബിന്റെ പ്രതിഫലങ്ങളെ മാറ്റിവിട്ടതാ. ഹല്ലേലൂയ. പക്ഷെ ലാബാന് കൊടുക്കാത്തതൊന്ന്, ലാബാന് കൊടുക്കാൻ കഴിയാത്തതൊന്ന് ദൈവം അവന് വേണ്ടി വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രികാല ചിലർക്ക് വേണ്ടി ഉള്ളതിനെ ദൈവം വേർതിരിച്ചു തരുക. ഹല്ലേലൂയ. എന്തോ ദൈവം ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, പേയ്മെന്റുകൾ നടക്കാൻ പോകുന്നു, പേയ്മെന്റുകൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കേണ്ട, നിങ്ങളുടെ അർഹതപ്പെട്ട നന്മയെ തടുത്തു വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ നന്മ നിങ്ങളുടെ കരങ്ങളിൽ വരാൻ പോകുക. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലർ സാക്ഷ്യം പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ റശംദര ജനഘടകസിയാല. അതിൽ നിങ്ങളുടെ അർഹതപ്പെട്ട നന്മയെ എവിടെ കെട്ടിയാലോ, എവിടെ പിടിച്ചിട്ടാലോ ഇന്ന് രാത്രികാലം അവിടെ പൊട്ടുകയാണ് മണ്ഡലം. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ വെളിപ്പെട്ടു വരാൻ പോകുക, അത് വെളിപ്പെട്ടു വരാൻ പോകുക, അത് വെളിപ്പെട്ടു വരാൻ പോകുക. ഇന്ന് രാത്രികാലം അത് സംഭവിക്കട്ടെ. ചൂടാല ഹംദര വൈഡബാര ഹത്തലാദര റംസേരി ആലഗത്തരാദര വേദ വേദ വൈഡബാര ഹർഷപ്രഭാരിയാന്തര അതുര വൈഡബാര അതുര ജനക റശന്തേലി അസ യാ ദൈവം പറയുന്നു അതിമഹത്തായ പ്രതിഫലമാ, അതിമഹത്തായ പ്രതിഫലമാ, അതിമഹത്തായ മഹത്വം ചലിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. ദാവീദ് പാടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, നീ എൻ്റെ പ്രതിഫലമാണ്. ഹല്ലേലൂയ, നീ എൻ്റെ പരിചയമാണ്. സോറി, ഹല്ലേലൂയ. ദൈവവും അബ്രഹാമിനോട് പറയാ, ഞാൻ നിന്റെ പരിചയ, നിന്റെ പ്രതിഫലമാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ദൈവം നമ്മോട് വ്യക്തമായി പറയുന്നു, പരിചയ, ഞാൻ സംരക്ഷിക്കാനുണ്ട്, ഞാൻ നിന്നെ സൂക്ഷിക്കാനുണ്ട്, ഞാൻ നിന്റെ കുടുംബത്തെ സൂക്ഷിക്കാൻ ശക്തനാ, കുഞ്ഞുങ്ങളെ സൂപ്പൻ ശക്തനാ. ഹല്ലേലൂയ, നിനക്കുള്ളതിന് എല്ലാം, ഹല്ലേലൂയ, ഇയ്യോബിനുള്ളതിനെല്ലാം ദൈവം വേലി കെട്ടിയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്കുള്ളതെല്ലാം വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയമാണ്, സ്വർഗീയ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടരുത്. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, ഹല്ലേലൂയ, നിന്റെ രക്ഷ എന്ന പരിച നീ എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നെ രക്ഷയായി, ദൈവം തന്നെ ഹല്ലേലൂയ പരിചയായി ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. 27 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? 27 സങ്കീർത്തനം പറയും, എന്താ രക്ഷ? ഹല്ലേലൂയ, യഹോവ എൻ്റെ രക്ഷ, യഹോവ എൻ്റെ പരിച, ഹല്ലേലൂയ, യഹോവ എൻ്റെ വെളിച്ചമാ, യഹോവ എൻ്റെ രക്ഷയാ. ഹല്ലേലൂയ, ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. എന്തിനെ ഭയപ്പെടാനാണെന്നേ? ഹല്ലേലൂയ, ഒരു രോഗങ്ങളെ ഭയപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ധൈര്യത്തോടെ രോഗശക്തികളെ നോക്കി വെല്ലുവിളിച്ചു പറ, ഞാൻ നിന്നെ ഭയപ്പെടത്തില്ല. കാരണം ഹല്ലേലൂയ, യഹോവ എൻ്റെ രക്ഷയാ, എൻ്റെ പരിചയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ എൻ്റെ ജീവന്റെ എൻ്റെ ബലവാ, ഞാൻ ആരെ പിടിക്കുക? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുന്നില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഹല്ലേലൂയ, യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മൾ കർത്താവേ പോരാട്ടം വേണ്ട, നമ്മുടെ പ്രാർത്ഥനകൾ പലതുണ്ട്. പക്ഷേ ഇന്ന് രാത്രികാലം തിരിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, യുദ്ധം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോഴത്തേന് പെട്ടെന്നൊരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓടി വരിക. ഹല്ലേലൂയ, ഈ ഗോലിയാത്ത് എന്ന മനുഷ്യൻ ഒറ്റ മനുഷ്യനാ വെല്ലുവിളിച്ച് 40 ദിവസം. ഹല്ലേലൂയ. ഇസ്രായേലിൽ മിടുക്കന്മാരുണ്ടായിരുന്നല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഈ ഒരൊറ്റ മനുഷ്യൻ വെല്ലുവിളിച്ചപ്പോഴത്തേന് എന്ത് ചെയ്തു? ശത്രുപക്ഷത്തിരുന്നവരെല്ലാം ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ, ശത്രു അതാ ചെയ്തേ. ഇതേ സാധനം നമ്മൾ ചെയ്തേ, അത് നമ്മൾ ചെയ്തേ. ഹല്ലേലൂയ, ദാവീദ് അതല്ലേ ചെയ്തേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബാലനായിരിക്കുന്നവൻ അഭിഷേകത്തിന്റെ നിറവിൽ അങ്ങോട്ട് കയറി ചെല്ലുക. ഹല്ലേലൂയ, ഇവൻ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ അതിലും ശക്തമായ വെല്ലുവിളിയായിട്ട് ഇവൻ കയറി, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരിക. ഹല്ലേലൂയ. ദാവീദിന് മറ്റൊന്നുമില്ല. ഹല്ലേലൂയ, അവൻ അറിയാം ഒരു ദൈവത്തെ, അവനെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ അറിയാം, അവനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ അറിയാം, അവനെ കരുതുന്ന ഒരു ദൈവത്തെ അറിയാം. ഹല്ലേലൂയ. കാരണം ഒറ്റ മനുഷ്യൻ നിന്ന് വെല്ലുവിളിച്ചപ്പോഴത്തേന് ഹല്ലേലൂയ ശത്രു ഭയന്നു പോയി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആ ചലഞ്ച് നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് നിന്നാൽ, ഹല്ലേലൂയ, നമ്മൾ ആത്മാവിൽ ബലപ്പെട്ട് നിന്നാൽ ഒരു ദുഷ്ടശക്തികൾക്കും നമ്മെ അറ്റാക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന്, ഒരടി മുന്നോട്ട് വെച്ച് കയറി വരാൻ കഴിയത്തില്ലെന്ന്. ഇവൻ അവിടുന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ ഹല്ലേലൂയ അവൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഭാരപ്പെടുക, പ്രയാസപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ആ മേഖലകൾ പൊളിയട്ടെ, ധൈര്യമായിട്ട് നമുക്കൊന്ന് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ തീ മതിലായി, ഹല്ലേലൂയ പരിചയായി കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ആ വിശ്വാസം ഉള്ളിനകത്തൊന്ന് കത്തട്ടെ. ഹല്ലേലൂയ. അടുത്ത ഭാഗം പറയും, നിന്റെ വലൻ കൈ എന്നെ താങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പറയാണ്, നമ്മൾ 18-ാം സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരിക. 35-ാം വാക്യം, നിന്റെ രക്ഷ എന്ന പരിച നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലൻ കൈ എന്നെ എന്ത് ചെയ്തു? താങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി
ശക്തിയാണ് വലങ്കൈ കാണിക്കുന്നത്. പരിചയം കാണിക്കുന്നത് സംരക്ഷണ, സുരക്ഷിതത്വം, ദൈവത്തിന്റെ സൂക്ഷിപ്പ് ഒക്കെയാണ് കാണിക്കുവാനിടയായി തീരുന്നത്. വലങ്കൈ, ദൈവത്തിന്റെ വലങ്കൈയെ കാണിക്കുന്നത്, ദൈവത്തിന്റെ വലങ്കൈയെ കാണിക്കുന്നത് സർവശക്തിയാണ്. ദൈവത്തിന്റെ സർവശക്തിയാണ് കാണിക്കുവാനിടയായി തീരുന്നത്. 118 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നേ. 118 സങ്കീർത്തനം അതിന്റെ 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേന് അവിടെ ഇങ്ങനെ കാണുകയാണ്: ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. ഇത് രാത്രികാല വചനം പറഞ്ഞു, വചനം ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഭവനാന്തരീക്ഷത്തിൽ ആ സന്തോഷം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. ഹല്ലേലൂയ. നീതിമാൻ എന്നുള്ള ഭാഗത്ത് എന്റെ കൂടാരത്തിൽ ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറയുക? യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ വീര്യപ്രവൃത്തി, മൈറ്റി ആയുള്ള കാര്യങ്ങൾ, സർവശക്തമായ കാര്യങ്ങൾ, ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, ഒരു പ്രഭുവിനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ അത് വീര്യം പ്രവർത്തിക്കുന്നു, അതിമഹത്തമായ കാര്യം പ്രവർത്തിക്കുന്നു. അടുത്ത പദം ഇങ്ങനെയാണ്: യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. എങ്ങനെയാ? യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. രാത്രികാലം എന്റെയും നിങ്ങളുടെയും ഭവനത്തിന്റെ മീതെ യഹോവയുടെ വലങ്കൈ ഉയർന്നു നിൽക്കട്ടെ. ഹല്ലേലൂയ. പണ്ട് വീടുകൾക്ക് ഹല്ലേലൂയ TV ഒക്കെ ഉള്ള സമയങ്ങളിൽ, പണ്ട് ടിവിയുടെ സമയത്ത് ആന്റിന ഉണ്ടല്ലേ? ഹല്ലേലൂയ. ആന്റിന കാണുമ്പോൾ അറിയാം ആ വീട്ടിൽ എന്തുണ്ട്, TV ഉണ്ട്. ഇന്ന് കേബിളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്ര അറിയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോഴും പിന്നെ ഡിഷൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. പക്ഷെ അന്നത്തെ ആന്റിന എന്ന് പറഞ്ഞാൽ എത്ര ദൂരെ നിന്ന് വേണേലും നമുക്കറിയാം. ഹല്ലേലൂയ. എത്രത്തോളം ക്ലാരിറ്റി കിട്ടണോ അത്രത്തോളം ഉയരത്തിലെത്തി ആന്റിന പൊക്കി വെക്കും അല്ലേ? അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ. ഹല്ലേലൂയ. ആ നിലകൾ കണ്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഈ ആന്റിന കാണുമ്പോൾ അറിയാം ആ വീട്ടിൽ എന്തുണ്ട്, TV ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ വലങ്കരം വീടിന്റെ മീതെ ഉയർന്നു നിൽക്കുമ്പോഴേ മനസ്സിലാകും ആ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ഇത് എവിടെയാ മനസ്സിലാകുന്നത്? ഇത് ആത്മമണ്ഡലത്തിൽ മനസ്സിലാകണം. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ ദുരാത്മ ശക്തികൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ പൈശാചിക ശക്തികൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ ഭവനത്തിന്റെ മീതെ യഹോവയുടെ കരം ഉയർന്നു നിൽക്കുക. അങ്ങനെയുള്ള കുടുംബത്തെ അറ്റാക്ക് ചെയ്യുവാൻ ഏത് ശക്തിക്ക് കഴിയും? മനസ്സിലാകുന്നോ? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ദൈവത്തിന്റെ വലങ്കരം എന്റെയും നിങ്ങളുടെയും ഭവനത്തിന്റെ മീതെ, നമ്മുടെ ഈ പുറം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല. ദൈവത്തിന്റെ സംരക്ഷണയാണ് ദൈവത്തിന്റെ കരത്തെ കാണിക്കുന്നത്. ആ കരം എന്റെയും നിങ്ങളുടെ ഭവനത്തിന്റെ മീതെ ഉയർന്നു നിൽക്കുന്നു. നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾക്ക് കാണാമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന് ഭവനത്തിൽ വസിക്കാൻ കഴിയാത്ത ഒരു ഇടപാടുകളും ഭവനാന്തരീക്ഷത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. സീരിയലുകൾ സ്റ്റോപ്പ് ആകട്ടെ, സിനിമകൾ, കോമഡി ഷോകൾ, മറ്റെല്ലാം ദൈവഹിതമല്ലാത്തതെല്ലാം ഭവനാന്തരീക്ഷത്തിൽ നിന്ന് ക്യാൻസൽ ആകട്ടെ. ഹല്ലേലൂയ. ദൈവം വിശുദ്ധനായ ദൈവമാ. ഹല്ലേലൂയ. അവൻ അശുദ്ധിയിൽ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ വീട് എത്രത്തോളം ശുദ്ധമായിരിക്കണം, എത്രത്തോളം വിശുദ്ധമായിരിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഹല്ലേലൂയ ചെയ്തികൾ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നമ്മുടെ ഭവനത്തിൽ നിൽപ്പാൻ കഴിയുന്നതായിരിക്കണം. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആര് കയറും? രാത്രികാലം നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കര ഉയർന്നു നിൽക്കുന്നെങ്കിൽ ഞാൻ പ്രവചിക്കാം, അല്ലെങ്കിൽ വചനത്തിലൂടെ, അല്ലെങ്കിൽ ഞാൻ ദൂത് കൈമാറുക, നിന്റെ ഭവനത്തിനകത്ത് കരച്ചിലല്ല ഉണ്ടാകുന്നത്, ജയത്തിന്റെ ഘോഷമുണ്ടാകും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് പരാജയത്തിന്റെ നിലവിളിയല്ല ഉണ്ടാകുന്നത്, അവിടെ ജയത്തിന്റെ ഘോഷമുണ്ടാകും. അവിടെ
ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ടാകും. ഹല്ലേലൂയ. ചൂടാല ഹർഷം പ്രബാല ഗതുരാജന ഘടകസി. ഇന്ന് രാത്രികാലം പറ, എന്റെ ഭവനത്തിനകത്ത് വഴക്കല്ല. ഹാലലി എന്റെ ഭവനത്തിനകത്ത് ഹാലലി ദൈവിക ആരാധന വെളിപ്പെടോ, ദൈവിക സ്തുതി വെളിപ്പെടോ. ഹാലലൂയ. എന്റെ ഭവനം ദൈവത്തിന്റെ ഭവനമാ. എന്റെ ഭവനത്തിന്റെ മീതെ ദൈവത്തിന്റെ വലങ്കരം ഉയർന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദുരാത്മ ശക്തികൾ ഭവനാന്തരീക്ഷത്തിൽ കടന്നുകൂടാതെ ഓടിപ്പോകത്തക്ക നിലകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം എന്റെ നിങ്ങളുടെ ഭവനത്തിന്റെ മീതെ ഉയർന്നു നിൽക്കട്ടെ. വിശ്വസിക്ക് ജയത്തിന്റെ ഘോഷം ഭവനത്തിൽ മുഴങ്ങാൻ പോവുക, ഉല്ലാസത്തിന്റെ ഘോഷം മുഴങ്ങാൻ പോവുക. ഹല്ലേലൂയ. ഏതൊക്കെയോ നിരാശകൾ മാറിപ്പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് ഞാൻ ഒരാളെ വിളിച്ചു ദൂത് പറയുന്നില്ല. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഹല്ലേലൂയ എല്ലാവരോടും സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഓരോ വ്യക്തികളോട് പേരുപേരാ ദൈവം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനകത്ത് ഇപ്പൊ 22 ഡിവൈസുകളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. വചനത്തെ ഹല്ലേലൂയ കൈമാറുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് ഉല്ലാസം ഉണ്ടാകാൻ പോവുക. സക്കറിയാവിനോട് ദൂതൻ പറഞ്ഞൊരു ദൂതുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഹല്ലേലൂയ നിന്റെ ഭവനത്തിനകത്ത് ഉല്ലാസമുണ്ടാകും. ഇന്ന് രാത്രികാലം ആ ദൂത് ഞാൻ ചിലർക്ക് വേണ്ടി അല്ല, ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൈമാറുന്നു. നിന്റെ ഭവനത്തിനകത്ത് ഉല്ലാസം ഉണ്ടാകും. റിസീവ് ചെയ്യുക. ഈ വചനത്തെ ഏറ്റെടുക്കുക. ഈ ദൂതനെ പിടിക്കുക. അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം സ്വന്തമാക്കുക. എന്റെ ഭവനത്തിനകത്ത് ഉല്ലാസം ഉണ്ടാകുക. എന്റെ ഭവനത്തിലെ കണ്ണുനീര് മാറുക. എന്റെ ഭവനത്തിലെ നിരാശ മാറുക. എന്റെ ഭവനത്തിലെ അല്ലെങ്കിൽ ദുഃഖം മാറുന്നു. അല്ലെങ്കിൽ നിലവിളി മാറുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ നിലവിളി ഉയരണമെന്ന് ശത്രു ആഗ്രഹിക്കുക. നിന്റെ ഭവനത്തിനകത്ത് കണ്ണുനീര് മാറല്ലെന്ന് ശത്രു വെല്ലുവിളിക്കുക. ഇല്ല ഇല്ല. ഹല്ലേലൂയ. ആ പൈശാചിക പദ്ധതിയെ പൊളിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിനകത്ത് ഉല്ലാസം ഉണ്ടാകാൻ പോവുക. നിന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ പരാജയം കാണാൻ, നിന്റെ ഭവനത്തിനകത്ത് ദോഷം കാണാൻ, നിന്റെ ഭവനത്തിനകത്ത് തകർച്ച കാണാൻ ദുഷ്ടൻ ആഗ്രഹിക്കുമ്പോൾ ഇല്ല, യഹോവയുടെ വലങ്കരം നിന്റെ ഭവനത്തിന് വേണ്ടി നിൽക്കുന്നു. ആ വലങ്കരം വീര്യം ഭവനത്തിനകത്ത് ശത്രുവിന്റെ കള വിതയ്ക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രികാലം വിശ്വസിക്കുക, എന്റെ ഭവനത്തിൽ ജയത്തിന്റെ ഘോഷമുണ്ട്. എന്റെ ഭവനത്തിനകത്ത് ഉല്ലാസമുണ്ട്. ഹല്ലേലൂയ. രാത്രികാലം അത് സംഭവിക്കുകയാണ്. കാരണം വീര്യം പ്രവർത്തിക്കുന്ന ഒരു കരം. ഹല്ലേലൂയ. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേന് അവിടെ എന്നെ ചിന്തിപ്പിച്ച് എന്നെ ബലപ്പെടുത്തിയ ഒരു വചനം കിടപ്പുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഹല്ലേലൂയ. ദൈവം പറയും, എന്റെ കൈ എന്ത് ചെയ്തു? ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഹല്ലേലൂയ. എന്റെ വലം കൈ എന്ത് ചെയ്തു? ആകാശത്തെ വിരിച്ചു. ഹല്ലേലൂയ. എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. രണ്ട് കാര്യങ്ങൾ. ദൈവത്തിന്റെ കരം കൊണ്ട് ദൈവം എന്താ ചെയ്തത്? ഒന്ന്, താൻ പറയുക, എന്റെ കരം കൊണ്ട് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. രണ്ട്, താൻ പറയുക, ഹല്ലേലൂയ, എന്റെ കരം ഈ ആകാശത്തെ വിരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസിക്ക്, ദൈവം ചില അടിസ്ഥാനങ്ങൾ നമുക്ക് വേണ്ടി ഇടാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവമിട്ട അടിസ്ഥാനത്തെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല.
ഹല്ലേലൂയ, കോടി വർഷങ്ങളായില്ലേ, നൂറ്റാണ്ടുകളായില്ലേ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഇട്ട ഭൂമിയെ ഹല്ലേലൂയ മനുഷ്യൻ നശിപ്പിച്ചു ഹല്ലേലൂയ പല നിലകളിൽ. പക്ഷെ ഇന്നും കിടക്കുക അല്ലേ, ഇത് നശിക്കും. അത് ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭൂമി വീണ്ടെടുക്കണം. ഹല്ലേലൂയ, വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ദൈവം നീതിമാനാകയാൽ ഇവിടെ ഉണ്ടായ പാപ ശക്തികളെ നീക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ ചാമ്പലാക്കും, കത്തിച്ച് ചാമ്പലാക്കിയിട്ട് പുതിയതൊന്ന് സൃഷ്ടിക്കും, പുതിയ ആകാശം സൃഷ്ടിക്കും, പുതിയ ഭൂമി സൃഷ്ടിക്കും. കാരണം ഇതിപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കിയ ദുഷ്ടശക്തികളെ നീക്കം ചെയ്തിട്ട് പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കും. അത് ഭാവികാല പ്രത്യാശയാണ്. ഞാൻ പറയുന്നത് ഹല്ലേലൂയ, എത്ര കോടിക്കണക്കിന് വർഷങ്ങളായി ഹല്ലേലൂയ ഇന്നും ഭൂമി നിൽക്കുന്നില്ലേ? കാരണം എന്താ? മനുഷ്യൻ പണിത എത്രയോ പണികളുണ്ടല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം പുരാവസ്തുക്കൾ, പുരാതന ഹല്ലേലൂയ കെട്ടിടങ്ങൾ, അതിൻ്റെയൊക്കെ നാമാവിശിഷ്ടങ്ങളാണ് ഇന്ന് അതൊക്കെ ഉണ്ടായിരുന്നതെന്ന് തെളിവായിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങൾ, 100 വർഷങ്ങളോ 1000 വർഷങ്ങളോ. പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങളായിട്ടും ഭൂമിയിൽ ഹല്ലേലൂയ, ഭൂമി ഹല്ലേലൂയ അതിൻ്റെ നിലകളിൽ തന്നെ നിൽക്കുകയല്ലേ. കാരണം എന്താ? ഇതിന് അടിസ്ഥാനമിട്ടത് ദൈവമാ. ആകാശം അവിടെ നിൽക്കുന്നു. കാരണം എന്താ? അതിനെ വിരിച്ചത് ദൈവമാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ദൂത് അവിടെ നിന്ന് പറയട്ടെ, ദൈവം ചില അടിസ്ഥാനങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇടാൻ പോവുക. ഹല്ലേലൂയ, പലതും ഞാനും നിങ്ങളും ഇട്ടപ്പോൾ അതെല്ലാം തകിടം മറിഞ്ഞു പോയെങ്കിൽ ഹല്ലേലൂയ നാം ആരംഭിച്ചതാ, ഹല്ലേലൂയ നാം തുടങ്ങിയതാ, ഹല്ലേലൂയ പലതും ഹല്ലേലൂയ നശിച്ചു പോയെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മ പ്രവചിക്കുന്നു, ദൈവം ചിലത് അടിസ്ഥാനമിട്ട് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം വിശ്വസിച്ചു. റേമ റിവൈവൽ ചർച്ചിന് വേണ്ടി ദൈവം അടിസ്ഥാനമിട്ട് ചിലത് പണിതുയർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ഹല്ലേലൂയ, കർത്താവ് പറയും, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കത്തില്ല. ഹല്ലേലൂയ, പാതാള ഗോപുര ശക്തികൾ അതിനെ ജയിക്കത്തില്ല. കാരണം ദൈവസഭയുടെ അടിസ്ഥാനമിട്ടത് ഹല്ലേലൂയ കർത്താവാണ്, യേശുവാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് സഭയെ തച്ചുടച്ചു കളയുവാൻ പല മേഖലകളിൽ നിന്നുള്ള പോരാട്ടങ്ങൾ ഉണ്ടായിട്ടും സഭ ഇന്ന് ശക്തമായിട്ട് ഭൂമിയിൽ നിൽക്കുന്ന കാരണം എന്താ? ഇത് ദൈവം സ്ഥാപിച്ചതാ. ഹല്ലേലൂയ, ദൈവം സ്ഥാപിച്ചതാ. ഇന്ന് രാത്രികാലം ദൈവം എന്തു സ്ഥാപിച്ചിട്ടുണ്ടോ അതിനെ തകർക്കാൻ കഴിയത്തില്ല. ഞാൻ അത് പറയുമ്പോൾ ദൈവം സ്ഥാപിച്ച കുടുംബ ബന്ധങ്ങളെ തകർക്കത്തക്ക നിലകളിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് രാത്രികാലം തകരട്ടെ. നിന്റെ കുടുംബത്തെ ദൈവമാ സ്ഥാപിച്ചതെങ്കിൽ ഹല്ലേലൂയ നിന്നിൽ ചിലത് അടിസ്ഥാനമിട്ട് പണിത് ദൈവമാണെങ്കിൽ അതിനെ തച്ചുടച്ചു കളയുമെന്ന് വാദിച്ചു പോരാടുന്ന ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രിയിൽ ആഴിയട്ടെ. ചൂടാല ഹശംധര ജനഘടകസി അതുരാ ജനഘടക ജാലകച്ച മാനവൈഡിയാര ഇറികേനിയ ലബച്ചേ റിബാലകത്തുരാഗര വൈഡമാന ഹസപ്രവേനിയാന്തരേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. രാത്രികാലം ദൈവവചന ശക്തമായി പറയുന്നു, അടിസ്ഥാനമിടുന്നു. ഹല്ലേലൂയ, ദൈവം അടിസ്ഥാനമിട്. ഹല്ലേലൂയ, രാത്രികാലം വിശ്വസിച്ചോ ദൈവമയലേ. ഹല്ലേലൂയ, ദൈവം അടിസ്ഥാനമിടാൻ പോവുക. ദൈവം എന്തൊക്കെയോ അടിസ്ഥാനമിട്ട് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ദൈവത്താൽ ചിലത് ആരംഭിക്കാൻ പോവുക, ദൈവത്താൽ ചിലത് തുടങ്ങാൻ പോവുക. അല്ലെങ്കിൽ എവിടേക്കോ മടുത്തുപോയി, എവിടേക്കോ തകർന്നു പോയ അല്ലെങ്കിൽ ഇടത്ത് ദൈവത്തിന്റെ പദ്ധതി ദൈവം വീണ്ടും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്ക. ഹല്ലേലൂയ. ഹോ ശാന്തല രാശപ്രവാരിയാന്തര അതുരാ ജനഘടക ശംദേലിയാരഗസി. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞു വിടട്ടെ. ഹല്ലേലൂയ, ഭൂമി ദൈവം അടിസ്ഥാനമിട്ടിരിക്കുക, ആകാശ മണ്ഡലത്തെ ദൈവത്തിന്റെ കരം വിരിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ തന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ പോരാടുന്ന എന്ത് പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിലും, ഏത് ദുർശക്തികൾ ഉണ്ടെങ്കിലും അത് ദൈവ പൈതലിനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താ? ഇതിനെ അടിസ്ഥാനമിട്ടത് ദൈവമാണ്. ഹല്ലേലൂയ. അടുത്തത്, ആകാശമണ്ഡലത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക മേഖലകളുണ്ട്. അന്തരീക്ഷ മണ്ഡലത്തിൽ
ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞത് പാഴ്സി രാജ്യത്തിന്റെ പ്രഭു എവിടെയാ? ആകാശമണ്ഡലങ്ങളിൽ വെച്ച. ഹല്ലേലൂയ. വിശുദ്ധിയോടെ നിന്ന, വേർപാടോടെ നിന്ന, ഹല്ലേലൂയ, രാജാവ് കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ട്, പാനീയങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തെ കോപിപ്പിക്കത്തില്ല, ഹല്ലേലൂയ ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ രാജാവ് നീട്ടിയത് ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവ പ്രമാണത്തിന് വേണ്ടി നിന്ന വിശുദ്ധനായിരുന്ന ദാനിയേലിന്റെ പ്രാർത്ഥനയെ ആകാശമണ്ഡലത്തിൽ ഹല്ലേലൂയ ആകാശ ശക്തി ഹല്ലേലൂയ അവിടെ വ്യാപരിച്ച ദുർശക്തികൾ തടഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. അല്ലെ, നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞും ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. ഒന്ന് വിചിന്തനം ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങ് ചെന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുവാൻ പറയല്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. എവിടേക്കോ നമ്മുടെ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ കെട്ടിക്കിടക്കുന്നെങ്കിൽ ആ കെട്ടിക്കിടക്കുന്ന റിസൾട്ടിനെ ഹല്ലേലൂയ ആ കെട്ടിക്കിടക്കുന്ന മണ്ഡലത്തെ പൊട്ടിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെ കരങ്ങളിൽ എത്തിപ്പാൻ ദൈവശക്തനാണ്. കാരണം ആകാശത്തെ വിരിച്ചത് ദൈവമാണെങ്കിൽ ഹല്ലേലൂയ ഒരു ദൈവ കുഞ്ഞിന്റെ വിഷയത്തെ ആകാശത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ദുർശക്തികൾ തടഞ്ഞാൽ അവിടെ ഇറങ്ങി യുദ്ധം ചെയ്ത യുദ്ധം ചെയ്ത നമ്മുടെ കരങ്ങളിൽ ആ ഹല്ലേലൂയ റിസൾട്ടിനെ എത്തിച്ചു തരുവാൻ ദൈവശക്തനാ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ ആകാശമണ്ഡലത്തിൽ ഒത്തിരി ഇതുണ്ട്. ഹല്ലേലൂയ. ഒരൊറ്റ വാക്യം കൂടെ പറഞ്ഞു ഞാൻ ആ ഭാഗം വിടട്ടെ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു. 10-ാം അധ്യായം. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴികൾ പഠിക്കരുത്. ജാതികളുടെ വഴികൾ എന്ത് ചെയ്യരുത്? പഠിക്കരുത്. ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടെത്തിയരുത്, ഭ്രമിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ഹല്ലേലൂയ. ജാതികൾ അത് കണ്ട് ഭ്രമിക്കുക. ആകാശത്തിൽ ലക്ഷണം, നമുക്കറിയാം, ലക്ഷണം നോക്കുന്നവർ, ഹല്ലേലൂയ കബഡി നിരത്തുന്നവർ ഒക്കെ എന്ത് ചെയ്യുക? ആകാശ മണ്ഡലങ്ങളിലുള്ള ഈ പൈശാചിക ശക്തികളെ കൂട്ടുപിടിച്ച് ഓരോ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ എണ്ണി അവരെന്ത് ചെയ്യുക? ആ വിചാരക്രിയകളും മന്ത്രശക്തികളും ഒക്കെ ചെയ്യുന്നത് ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു ദൈവ പൈതലിനെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ഏത് അന്ധകാര ശക്തികൾ ഉണ്ടാകട്ടെ, അത് തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഈ ആകാശത്തെ വിരിച്ചിരിക്കുന്നത് ദൈവമാണെങ്കിൽ ഹല്ലേലൂയ അതിനകത്തു നിന്ന് ഹല്ലേലൂയ ദോഷമായതൊന്നും ഒരു ദൈവ പൈതലിനെ ഏശാതെ അതൊന്നും തൊടാതെ സൂക്ഷിപ്പാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനോരമയ്ക്കകത്ത് വരുന്ന നക്ഷത്ര ഫലം നോക്കി നീ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. ശാരാഗടഗതിയ വാരഫലങ്ങൾ നോക്കി ഹല്ലേലൂയ ഇല്ലാത്തതൊന്നും വിളിച്ചു വരുത്തി വെക്കരുത്. ഹല്ലേലൂയ. എന്തോ അങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ടോന്ന് അറിയത്തില്ല. ദൈവം ശക്തമായി താക്കീത് തരിക. ഹല്ലേലൂയ. ജാതികൾ നോക്കുന്നത് പോലെ ഹല്ലേലൂയ ഈ ആകാശത്തിലെ ലക്ഷണങ്ങളൊന്നും നോക്കരുത്. കാരണം ഇതിനെ വിരിച്ചവൻ ദൈവമാണെങ്കിൽ അവിടുന്ന് ഒരു ദോഷം ഉണ്ടാകത്തില്ല. ഞാൻ പറയാം, ഒറ്റ വാക്ക് ഇങ്ങനെ പറഞ്ഞുവിടാ. ഈ ഭൂമിയിലുള്ള ഒരു ദുർശക്തികൾ ഈ ഭൂമണ്ഡലത്തിനകത്ത് വ്യാപരിക്കുന്ന, ഇവിടെ അവകാശം പറഞ്ഞ ഒരു ദേശത്തിന്റെ അധിപനാണ് ഞാൻ, ഈ ദേശത്തിന്റെ അധിപതിയാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയുന്ന ഒരു ശക്തികളും ഒരു ദൈവ പൈതലിനെ തൊടത്തില്ലെന്ന് രാത്രികാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി നിൽക്കുക. ഞാൻ പറയുന്നതോട് ഗ്രഹിക്കുന്നതിന് ഇതിന് ആത്മമണ്ഡലത്തിൽ കയറി ഹല്ലേലൂയ മനസ്സിലാക്കുന്നവർക്ക് തിരിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ഭൂമി മണ്ഡലത്തിൽ അല്ലെ ദൈവ കർത്താവ് തന്നെ പറഞ്ഞു, ഈ സർവ്വലോകവും അവന്റെ കീഴിൽ കിടക്കുക, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിലാണ് അല്ലെങ്കിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ദൈവം ആക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാകുന്ന എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്നത് വേറൊരു ലോകത്തല്ല, ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന
ഈ ലോകത്തിനകത്ത്. പക്ഷേ ഈ ദുഷ്ടശക്തികൾ നമ്മെ തൊടാതെ സൂക്ഷിപ്പാൻ ദൈവശക്തനാണെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ, റീഖാമാന ഹശംബ്രമാന, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്നപ്പോൾ എങ്ങനെ കൊണ്ടുവന്നത്? ആകാശ ശക്തികൾ തൊടാതെ അവർക്ക് മേഘത്തണൽ ഒരുക്കിക്കൊണ്ട് ദൈവം അവരെ വഴി നടത്തി. മരുഭൂമിയിൽ ഒത്തിരി ക്ഷുദ്രജീവികൾ ഉള്ളത്, ഹല്ലേലൂയ, തേളുണ്ട്, പറക്കുന്ന അഗ്നിസർപ്പങ്ങളുണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇഴജന്തുക്കളുണ്ട്. അവയൊന്നും തന്റെ ജനത്തെ തൊടാതെ സംരക്ഷണത്തെ ഒരുക്കി അവരെ നയിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വാചനത്തിനകത്തുണ്ട് ദൂത് കൈമാറുക. ഈ ഭൂമണ്ഡലത്തിലാകട്ടെ, ആകാശവിധാനങ്ങളിലാകട്ടെ, ഹല്ലേലൂയ, ഏത് അന്തരീക്ഷ മണ്ഡലങ്ങളിലാകട്ടെ, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദുർശക്തികൾക്ക് ഒരു ദൈവ പൈതലിനെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗമുള്ള യോനയെ, നീ കടലിനകത്ത് ചെന്നാലും, ഹല്ലേലൂയ, നിന്റെ മേൽ വാഗ്ദത്തമുണ്ടെങ്കിൽ കടലിനകത്ത് വ്യാപരിക്കുന്ന ദുർശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയാതെ നിനക്കൊരു സംരക്ഷണത ഒരുക്കി നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ദൈവശക്തനാ. കടലിലെ ആപത്തോ കരയിലെ ആപത്തോ ഒന്നും തൊടത്തിലെ ആകാശവിധാനത്തിലെ രാത്രികാല യാത്രകൾക്ക് ഒരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെന്നൊക്കെ പറയുന്നു. ആകാശ മണ്ഡലങ്ങളിലെ ഒന്നും ഒരറ്റാക്കുകളോ അല്ലെങ്കിൽ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള ചില സ്പിരിറ്റുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറണേ. ചില ഭയപ്പാടുകളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുക. വിമാനയാത്ര ഭയപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ദൈവം വിടുവിക്കട്ടെ. ഹല്ലേലൂയ, യാത്രകളെ ഭയപ്പെടുന്ന, യാത്ര ചെയ്യാൻ ഭയമിട്ടിട്ട് പോകാൻ കഴിയാതെ വരാൻ കഴിയാതെ ഹല്ലേലൂയ നിൽക്കുന്ന മേഖലകൾക്കകത്ത് ഇന്ന് രാത്രികാലം അഴിവുകൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ഹല്ലേലൂയ, ഞാൻ പാർക്കുന്ന ദേശത്ത് ഹല്ലേലൂയ ഏത് കർത്തൃത്വങ്ങൾ ഉണ്ടാകട്ടെ, ഏത് വാഴ്ചകൾ ഉണ്ടാകട്ടെ, ഏത് ക്ഷേത്രങ്ങൾ ഉണ്ടാകട്ടെ, ഏത് പള്ളി ഉണ്ടാകട്ടെ, ഏത് ഹല്ലേലൂയ ഹല്ലേലൂയ കൊടിയ കുത്തിയ പിശാച് അവിടെ വാഴട്ടെ, അതെനിക്ക് പ്രശ്നമല്ല. കാരണം എനിക്ക് തന്ന ഭൂമി ദൈവത്തിന്റെ ഭൂമിയാ. ഈ ഭൂമി ദൈവത്തിന്റെ അടിസ്ഥാനമാണ്. ഞാൻ പാർക്കുന്ന ഭവനം ഇത് ദൈവത്തിന്റെ ഭവനമാ. എന്റെ ഭവനത്തിന്റെ മീതെ ദൈവത്തിന്റെ കരമായിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം എന്റെ ഭവനത്തിന് മീതെ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കാനുള്ളപ്പോൾ ഞാൻ ഒന്നിനെ ഭയപ്പെടേണ്ടതില്ല. ഇന്ന് രാത്രികാലം അങ്ങനെയുള്ള ഭയങ്ങൾ മാറട്ടെ. ഭൂമിയുടെ മേൽ, വസ്തുവിന്റെ മേലെ, നന്മയുടെ മേലെ അല്ലെങ്കിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ വ്യാപാര ശക്തികൾ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പാർത്തുകൊണ്ടിരിക്കുന്ന ഭവനത്തിനകത്ത്, ആ അന്തരീക്ഷത്തിനകത്ത് ഹല്ലേലൂയ വ്യാപരിച്ചു നിൽക്കുന്ന ദുർശക്തികൾക്ക് നേരെ ഇതൊരു മിസൈൽ പോലെ ഈ വചനം വന്നു വീഴുകയാ. എനിക്ക് അത് ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയുക. ചില വിടുതലുകൾ ഇപ്പോൾ കൈമാറുന്നു. ഹല്ലേലൂയ, നിങ്ങൾ ഏത് ദേശത്തായാലും, ഏത് രാജ്യത്തായാലും, ഏത് മേഖലകളിലായാലും അവിടെ വാഴുന്ന ദുർശക്തികൾക്ക് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. നിങ്ങളുടെ നന്മയെ തൊടാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതിനെ ഒന്നും തൊടാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കരമായി, വീര്യം പ്രവർത്തിക്കുന്ന കരമായി ഇറങ്ങി നിൽക്കുകയാണ്. ചൂടാര വൈഡാര അശപാല തുര വൈഡ ധീര വൈഡമാര രക്ഷപ്രമാലക തുരാദര ഹല്ലേലൂയ ദൂര വൈഡമാര രക്ഷപ്രമാല ധാരക സമാനക തുരാദര അൽബാര രസപ്രമാരി ആംദുരാദര. ഹല്ലേലൂയ. ചിലര് പറയും, വെളിയിൽ പോയാൽ എനിക്കൊരു കുഴപ്പമില്ല, ഭവനത്തിനകത്തേക്ക് കയറി വരുമ്പോൾ ഇല്ലാത്ത അസ്വസ്ഥതകളില്ല. എന്തോ ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഒരു കാര്യം. ഹല്ലേലൂയ. പുറത്തു പോകുമ്പോൾ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. തിരിച്ചു വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇല്ലാത്ത അസ്വസ്ഥതകളാ, വല്ലാത്ത ശ്വാസം മുട്ടലുകളാ, ഹല്ലേലൂയ, വല്ലാത്ത പ്രയാസങ്ങളാ, അലർജി പോലല്ല അസ്വസ്ഥതകളാ, ഏതൊക്കെയോ ക്ഷീണങ്ങൾ, പണി ചെയ്യാൻ കഴിയത്തില്ല, വന്നു കഴിയുമ്പോഴേ കിടക്കാൻ തോന്നുകയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളെ ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ബ്രേക്ക് ചെയ്യുക. ഹല്ലേലൂയ. ആ നിലകളിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൂതറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നിന്റെ ഭവനത്തിനകത്ത് നിനക്കെതിരെ വാടക വരുന്ന, അല്ലെങ്കിൽ നിന്റെ വസ്തുവിനകത്ത്, നിന്റെ നന്മകൾക്കകത്ത് നിന്നെ സ്വസ്ഥതയോടെ പാർപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ, നിന്നെ സമാധാനത്തോടെ അതിനകത്ത് വസിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സന്തോഷം അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ, വെല്ലുവിളിച്ചു നിൽക്കുന്ന, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന, ഹല്ലേലൂയ, അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന വ്യാപാര ശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നു രാത്രിയിൽ ആഴഞ്ഞ മാറി പോട്ടെ.
ചൂട വൈഡാല ഹർഷപ്രഭാല ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, ദൈവത്തിന്റെ കര ചലിക്കുക. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങിയതുപോലെ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങുക. ലേരെ ശമാന. ഹല്ലേലൂയ. ഇത് ഡെലിവറൻസിന്റെ സമയമാ. എനിക്കറിയത്തില്ല, അസാധാരണ വിടുതലുകൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. വിടുതലുകൾ സംഭവിക്കുന്നു, വിടുതലുകൾ സംഭവിക്കുന്നു. ഏറ്റെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ വിടുതൽ ഇപ്പോൾ കർത്താവ് കൈമാറുക. അനുപവാസല്ല കൈമാറുന്നത്. അനുപവാസക്ക് ഒന്നും പറയാൻ ചെയ്യാൻ കഴിയത്തില്ല. എനിക്കിവിടെ ദൈവത്തിന്റെ വായായിട്ട് നിന്ന് പറയാനേ പറ്റത്തുള്ളൂ. പ്രവർത്തിക്കുന്ന ദൈവമാ, പ്രവർത്തിക്കുന്ന അവന്റെ ദൂത സൈന്യമാ. ഇന്ന് രാത്രികാലം അവന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ ഭവനത്തിനകത്ത് കത്തിയിറങ്ങുമ്പോൾ ഒരു ദുരാത്മ സ്വാധീന വലയങ്ങൾക്ക് നിങ്ങളെ തൊടാൻ കഴിയത്തില്ലെന്ന്. ഇന്ന് രാത്രികാല ദുരാത്മ വ്യാപാരങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ഭവനാന്തര ഭാഗത്ത് ഹല്ലേലൂയ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. രോഗശക്തികൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. അറക്കமான രഹസ്യമായ രോഗങ്ങൾ, പരസ്യമായ രോഗങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. പൗലോസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇപ്പോൾ കേത്തുന്ന തീക്കകത്തേക്ക് നിങ്ങൾ കുടഞ്ഞുകളാ, നിങ്ങൾ കുടഞ്ഞുകളാ, ഇപ്പൊ കുടഞ്ഞുകളാ, അതിനെ കുടഞ്ഞുകളാ, അതിനെ പിടിച്ചു വെക്കരുത്. ഹല്ലേലൂയ. അഭിഷേക ചലികട്ടെ. ലാര ശാന്തര ഐഡബ അതുര വൈഡ ശബാല ഹത്സപ്രഭാരിയ അതുര ജനഘടക സമാനതേരി. ഹല്ലേലൂയ. ഒമിറ്റിങ്ങിന് ഒരു ടെൻഡൻസി വരുന്നെങ്കിൽ നിങ്ങൾ ഒമിറ്റ് ചെയ്ത് അതിനെ കളഞ്ഞു. ഹല്ലേലൂയ. അതുര വൈഡബാര. ഹല്ലേലൂയ. 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 ഞാൻ അല്ല ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിന്റെ കരമായി ഇറങ്ങുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് ഇന്ന് രാത്രികാലം ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ തൊടുകയാ. ചില ഭവനത്തിനകത്ത് ഹല്ലേലൂയ തീ ഇറങ്ങുന്നു. ദൈവത്തിന്റെ തീ ഇറങ്ങുക. അറാബ ശാന്തര. നാളുകളായി നിങ്ങളെ നരകിപ്പിച്ചുകൊണ്ടിരുന്ന ചില വേദനകളെ കർത്താവ് എടുത്തു കളയുക. ആശാന്തര വൈഡബാല അർദാല. ഹല്ലേലൂയ. ചില സംശയങ്ങൾ കൊണ്ടിട്ട്, ചില ഇന്നതാണോ എന്നുള്ള സംശയങ്ങൾ കൊണ്ടിട്ട് വ്യാപരിക്കുന്ന ചില രോഗാത്മക്കൾ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില ദുരാത്മ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞ് പുറത്തു പോ. Parakaba Shadala Vere Shamde Raba Ragache Andura Judala Vaidava Ashaprabaria Pravate Adura Vaidava Hasaprabaria Adura Juda Lagacham Raba Nagaturadara. Hallelujah. Devatmavinte. Hallelujah. Shakti Vyaviriya Adura Janagadaga Shamana Gatulam Veda Vaidi Manacha Prabalagaturadara Adura Vaidavara Hashapraveria Atuna Juda Lagase Ria Prabaturadara. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. എല്ലാ പൈശാചിക ശക്തികളോ, എല്ലാ ദുർശക്തികളോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം തന്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തെ വിട്ട്, ആ ഭവനാന്തരീക്ഷം വിട്ട്, ആ കോമ്പൗണ്ട് വിട്ട് ചൂടാല വൈഡബാല. ഹല്ലേലൂയ. ശരീരങ്ങളെ വിട്ടഴിഞ്ഞു മാറട്ടെ. റീഖാബ സിയാല ഷാറക്കല. തലമുറകളെ വിട്ടഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബിസിനസ് മണ്ഡലങ്ങളെ വിട്ടഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ജോലി മേഖലകളെ വിട്ടഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. അവരുടെ ആത്മീക മേഖലകളെ ഹല്ലേലൂയ വിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ മാറിപ്പോകട്ടെ. ദേഹത്തെ വിട്ട്, ദേഹിയെ വിട്ട് ദുർശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറിപ്പോ. ഷോറു കോലു റാംബ്രബ ഹംബ്രബാല ഹസപ്രവേരിയാന്തരെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയ. ഹല്ലേലൂയ. യഹോവയുടെ കരം ഉയർന്നിരിക്കുക. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുക. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുക. ദാവീദ് പാടേ, നിന്റെ കരം എന്നെ താങ്ങി, നിന്റെ വലങ്കരം എന്നെ താങ്ങി. അതെ ഹല്ലേലൂയ. താങ്ങി നിർത്തുന്ന ഒരു കരം. ഹല്ലേലൂയ. വീണ് പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ, തകർന്നു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ, അവിടെയൊക്കെ നാം അറിയാതെ നമ്മെ താങ്ങിയ ഒരു കരമുണ്ട്. ഇന്ന് രാത്രികാലം ആ കര എന്നെ നിങ്ങളെ സംരക്ഷിക്കുകയാണ്, സൂക്ഷിക്കുകയാണ്. ജീസസ്. ഹല്ലേലൂയ. 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 മോശയുടെ കരത്തിന് മീതെ ദൈവത്തിന്റെ കരം വന്നിരുന്നപ്പോൾ ചെങ്കടൽ വിഭജിച്ചെന്ന ഇന്ന് രാത്രികാലം വഴിയടച്ചു നിൽക്കുന്ന ഇരുളിന്റെ ശക്തികളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരം ചിലർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുക. ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പ്രതിസന്ധി ഉയർത്തി നിൽക്കുന്ന ഏത് ചെങ്കടൽ സമാനമായ വിഷയങ്ങളാകട്ടെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി
ഇറങ്ങുകയാ. വഴിയില്ലാത്തോടത്ത് വഴി, വഴിയില്ലാത്തോടത്ത് വഴി. ഒരു സാധ്യതയുമില്ല ഇവിടെ, ഒരു വഴി തുറക്കാൻ ഒരു സാധ്യതയുമില്ല ഇവിടെ, ഒരു ദൈവ പ്രവൃത്തി നടക്കാൻ സാധ്യതയുമില്ല, ഇത് ഒന്നും നടക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള മണ്ഡലത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുക. രാത്രികാലം വിശ്വസിക്കുക, ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കും, ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടാര ശതലാറാബാര ജൂഡാര ഹശംപ്രബാലകത്തുരാജന. അടുത്ത വാക്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞു നിർത്തുക. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 18 സങ്കീർത്തനം 35 വാക്യത്തിൽ വായിക്കുക, പറയുക, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൗമ്യത. എന്താ ദൈവത്തിന്റെ സൗമ്യത? ദൈവത്തിന്റെ സൗമ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹല്ലേലൂയ ദയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാത്സല്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. POC ബൈബിളിനകത്ത് ഇങ്ങനെയാണ്: അങ്ങനെക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഹല്ലേലൂയ. അവിടുത്തെ സൗമ്യത എന്നുള്ള പറയുന്നത് അവിടുത്തെ വാത്സല്യം. ഹല്ലേലൂയ. അതായത് അപ്പന് മക്കളോടുണ്ടാകുന്നതാണ് വാത്സല്യം. ഹല്ലേലൂയ. അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുണ്ടാകുന്നതാണ് വാത്സല്യം. അതറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവ് ഹല്ലേലൂയ നമ്മളോട് കാണിക്കുന്ന വാത്സല്യമാണ് നമ്മളെ ഉയർത്തുന്നത്, നമ്മെ വലിയവനാക്കുന്നത്. ഹല്ലേലൂയ. ഒരൊറ്റ വാക്ക് കണക്ട് ചെയ്ത് പറഞ്ഞ് ഞാൻ നിർത്താം. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം ലെമന്റേഷൻ ഹല്ലേലൂയ 3-ാം അധ്യായം 22-ാം വാക്യം: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. ഞാനിവിടെ നിർത്തുകയാ. യഹോവയുടെ കരുണ തീർന്നു പോയിട്ടില്ല, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അവന്റെ വാത്സല്യം തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഹല്ലേലൂയ വാത്സല്യം എന്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ നമ്മെ വലിയവനാക്കും. ഹല്ലേലൂയ. നീ എന്റെ പ്രിയ പുത്രനാണെന്ന് കർത്താവിനെ കുറിച്ച് ദൈവം സാക്ഷ്യം ചെയ്തു. ദൈവ സാക്ഷ്യം പറയുക, ഇവൻ എന്റെ പ്രിയപുത്രനാ. പ്രിയപുത്രനെ ഹല്ലേലൂയ ശത്രുക്കൾ അല്ലെങ്കിൽ ഹല്ലേലൂയ ലോകം അല്ലെങ്കിൽ അവനെ റോമൻ ഗവൺമെന്റ് യഹൂദ മതം അവനെ തകർത്തില്ലേ? ഹല്ലേലൂയ. അവനെ നശിപ്പിച്ചില്ലേ? പക്ഷേ ഹല്ലേലൂയ മരണത്തെ ജയിച്ചവനായി, പാതാളത്തെ ജയിച്ചവനായി അവൻ എഴുന്നേറ്റു വന്നവനാ. സ്വർലോകരുടെ ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാലൊക്കെ മടങ്ങുന്നൊരു നാമം നൽകി അവനെ പിതാവാം ദൈവം ഏറ്റവും ഉയർത്തി. ആരെ ഉയർത്തി? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപുത്രനെ ഉയർത്തി. ആരെ ഉയർത്തി? പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന, പിതാവിന്റെ മടിയിലിരുന്ന പുത്രനെ ഉയർത്തി. വാത്സല്യ പുത്രനെ ഉയർത്തി. ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന ദൈവവൈതലെ, ദൈവ കൃപയ്ക്കകത്തിരിക്കുന്ന ദൈവവൈതലെ, അഭിഷേകത്തിനകത്ത് ചലിക്കുന്ന ദൈവവൈതലെ, ഹല്ലേലൂയ, നീയും അല്ലെങ്കിൽ ഞാനും ദൈവത്തിന്റെ പ്രിയ പുത്രനാണ്, പുത്രിമാരാണ്. ഇന്നു രാത്രികാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, ദൈവം നമ്മെ വലിയവനാക്കുക, ദൈവം നമ്മെ വലിയവനാക്കുക. ആരെല്ലാം നമ്മുടെ പാതയ്ക്ക് അല്ലെങ്കിൽ തടസ്സമായി എഴുന്നേൽക്കട്ടെ, അതെല്ലാം ചതിക്കുഴികൾ ഒരുക്കട്ടെ, ആരെല്ലാം കുതികാല് വെട്ടട്ടെ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, എന്നെ വലിയവനാക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ യോശുവയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ ജനത്തിന് മുമ്പേ വലിയവനാക്കുക. ഇന്ന് രാത്രികാലം പ്രവചിച്ച് ഞാൻ ദൂത് കൈമാറുക. ആരൊക്കെ ചതിക്കുഴികൾ ചലനി ഒരുക്കാൻ നിൽക്കട്ടെ, യൂദയെ പോലുള്ളവർ എഴുന്നേൽക്ക് നിൽക്കട്ടെ. പക്ഷെ ഉയർത്തുന്നൊരു സ്വർഗമുണ്ട്. കാരണം നീ പ്രിയ പുത്രനാ, പ്രിയ പുത്രിയാ, വാത്സല്യ പുത്രനാ, വാത്സല്യ പുത്രിയാ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതുകൊണ്ട് നാം മുടിഞ്ഞു പോകത്തില്ല, അതുകൊണ്ട് നാം തകർന്നു പോകത്തില്ല, അതുകൊണ്ട് നാം നശിച്ചു പോകത്തില്ല. മുടിയണമെന്ന് ശത്രു ആഗ്രഹിക്കുമ്പോൾ, മുടിയണമെന്ന് ശത്രു ഹല്ലേലൂയ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇല്ല ദൈവപൈതലേ, അവന്റെ വാത്സല്യം, അവന്റെ സൗമ്യത, അവന്റെ കരുണ, അവന്റെ ദയ, അവന്റെ വിശ്വസ്തത നമ്മെ വലിയവരാക്കും.
രാത്രികാലം പറ, എന്നെ വലിയവനാക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് യഹോവയാം ദൈവം എൻ്റെ പരിചയമായിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, യഹോവയാം ദൈവം, ഹല്ലേലൂയ, എൻ്റെ ഹല്ലേലൂയ സംരക്ഷകനായിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ്റെ വലംകരം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവൻ്റെ വലംകരം എന്നെ താങ്ങുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ സർവശക്തിയുള്ള കരം എനിക്ക് അനുകൂലമായി നിൽക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ അവന് പ്രിയപ്പെട്ടവനാണെങ്കിൽ, ഞാൻ അവന് പ്രിയപ്പെട്ടവളാണെങ്കിൽ, ദൈവത്തിന്റെ വാത്സല്യം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ എൻ്റെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ വലിയവനാകും. വലിയവനാകാൻ വേറൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. ഒരു കുറുക്ക് വഴികളുമില്ല, ഒരു തന്ത്രങ്ങളുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ സൗമ്യത, ദൈവത്തിന്റെ കൃപ നമ്മെ വലിയവരാക്കും. ഇന്ന് രാത്രികാലം ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചാണ് ശക്തമായ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. എത്ര പേർ അത് ആത്മാവിൽ ഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയുന്നവർ നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, കർത്താവിനെ തൊട്ടു, കർത്താവിനെ തൊട്ടു. അല്ലെങ്കിൽ ഞാൻ ആരെ പേര് വിളിക്കുന്നില്ല, ഇനി ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രികാലം എനിക്കറിയാം, എന്നെ നിർത്തിയത് ഒരാൾക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഇതിനകത്തിരുന്ന് എല്ലാവർക്കും വേണ്ടി ദൈവം എന്നെ ഇന്ന് രാത്രികാലം നിർത്തിയത്. അല്ലെങ്കിൽ എല്ലാവരോടും എനിക്ക് ദൂത് പറയാനുള്ളത്, എല്ലാവരോടും എനിക്ക് സംസാരിക്കാനുള്ളത്, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം അനുകൂലമായിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം വലിയവനാക്കുമെന്ന്. ഹല്ലേലൂയ, ആർക്ക് തടുക്കാൻ കഴിയോ? ഹല്ലേലൂയ, ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ, ദൈവം ഉയർത്താൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ പാട്ട് പാടുന്നില്ലേ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവരെ സുനാഥേ കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ. പ്രവൃത്തിയിൽ വലിയവരെ സുനാഥേ കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം പ്രവൃത്തിയിൽ വലിയവനായ കർത്താവ് യേശുനാഥൻ ഹല്ലേലൂയ കൃപ നൽകും, ജയഘോഷം മുഴക്കാൻ. ഇന്ന് രാത്രികാലം വിശ്വസിക്ക്, കർത്താവ് നമ്മെ ഉയർത്തും, കർത്താവ് നമ്മെ ഉയർത്തും, കർത്താവ് നമ്മെ ഉയർത്തും. അതിനെന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങട്ടെ, അവന്റെ സംരക്ഷണതയുടെ വലയം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, വിട്ടുപിരിഞ്ഞു പോകരുത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ലെന്ന കർത്താവ് പറയും. കർത്താവിനെ കൂടാതെ ഒന്നും സാധ്യമല്ല. ആ അപ്പന്റെ വാത്സല്യം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. യാക്കോബ് സ്നേഹിച്ച മകനാണ് അല്ലെങ്കിൽ വസ്ത്രം തുന്നിക്കൊടുത്തതെങ്കിൽ, ഇന്ന് രാത്രികാലം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്തത് എന്തൊക്കെയോ അപ്പൻ നമുക്ക് വേണ്ടി തുന്നിയിടും. ഇന്ന് രാത്രികാലം ആർക്കോ ദൂത് ഞാൻ കൈമാറുന്നു, നിങ്ങൾ കേർപ്പിടിച്ചോ, അല്ലെങ്കിൽ എന്തോ പുതിയതൊന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇട്ടു തരാൻ പോകുക. യാക്കോബ് യോസഫിന് ഇട്ടുകൊടുത്ത വസ്ത്രം പോലെ ദൈവ എന്തോ ഇടിവെക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്നേഹിച്ച മകന് ഹല്ലേലൂയ യോസഫ് ഹല്ലേലൂയ വസ്ത്രം കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ ഈ ഭൂമിയിലെ അപ്പൻ സ്നേഹിച്ചപ്പോൾ ആ വസ്ത്രത്തെക്കാൾ വിലയുള്ള വസ്ത്രം സ്വർഗീയ അപ്പൻ അവന് നൽകില്ലേ. ഹല്ലേലൂയ, ഭൂമിയിൽ അപ്പൻ നൽകിയ വസ്ത്രം ഹല്ലേലൂയ സഹോദരന്മാർ പിച്ച് കീറുവാനിടയായി തീർന്നു. പക്ഷെ ആർക്കും കീറാൻ കഴിയാത്ത ഒരു അധികാരത്തിന്റെ വസ്ത്രം യോസഫിന് ദൈവം നൽകി. യഥാർത്ഥ സ്നേഹനിധിയായ, യഥാർത്ഥ വാത്സല്യ പിതാവായിരിക്കുന്ന, മനസ്സലിവുള്ള പിതാവായിരിക്കുന്ന സ്വർഗീയ പിതാവ് അവന് വസ്ത്രമിട്ടപ്പോൾ ആ വസ്ത്രത്തെ തൊടാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രികാലം ആ നിലകളിൽ ചില മാന്യതയുടെ ഹല്ലേലൂയ പുതപ്പുകൾ, മാന്യതയുടെ ഹല്ലേലൂയ വസ്ത്രങ്ങൾ ദൈവം നമ്മെ ഇടിവിക്കാൻ പോവുക. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, ഇന്ന് രാത്രികാലം അത് സംഭവിക്കണ്ടേ, അത് സംഭവിക്കണ്ടേ. നിനക്കെതിരെ കുറ്റാരോപണം നടത്തുന്ന, നിനക്കെതിരെ ഹല്ലേലൂയ ദൂഷണം പറയുന്ന, നിനക്കെതിരെ ദൂഷണ വിധികൾ കൽപ്പിക്കുന്ന പൈശാചിക ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട്, അതിന്റെ വായ അടപ്പിച്ചുകൊണ്ട് ദൈവം എന്തൊക്കെയോ ചെയ്യുക.
ചൂടാല ഹാശാന്തര വൈഡര ജനാല വൈഡര അർദ്ധനാജന ശാപ്രാന വൈഡി ഭാരത് സമാന ഹസപ്രവാലിയാന്തര അതുരാ ജനഘടക ധനക ക്ഷമാനകത്തുരാതര. എനിക്ക് നിർത്താൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തിനകത്ത് ഞാൻ നിൽക്കുന്നത്. പക്ഷെ സമയം ഓടിപ്പോയി. ഹാലലി നിർത്തുക. ഹറകമാന ശാന്തലാധര ജുഡരഘടകസി അതുരാ ജനക ശപ്രവാല അതുരാ ജനഘടകസി യാരക തേരിയാന്തര. ഫേബ ജിജി എന്ന് പറയുന്ന ആന്റിയുടെ മേലെ സാധാരണ വിടുതൽ ദൈവം ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇല്ലെന്നല്ല, എല്ലാവരുടെ മേലെ വിടുതൽ സംഭവിക്കുന്നു. എന്നോ അല്ലെങ്കിൽ തുടക്കം മുതലേ ആന്റിയുടെ മുഖം ഇങ്ങനെ ദൈവാത്മാവ് എടുത്തെടുത്ത് കാണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഇന്ന് രാത്രി കാല കർത്താവ് വിടുക. ഷാരഘടകസി അല്ലെങ്കിൽ പുതുതൊന്ന് കർത്താവ് തയ്ച്ചിടുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ പുതുതൊന്ന് ഹല്ലേലൂയ അല്ലെങ്കിൽ പുതിയൊരങ്കി. എനിക്കറിയത്തില്ല ഏത് മേഖലകളിലാണ് അതിന്റെ വിടുതൽ നടക്കുന്നത് അറിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു എന്തോ പുതിയതൊന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മാത്രമായി, നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഹല്ലേലൂയ അത് തയ്ച്ചിടാൻ പോവുക. ഹല്ലേലൂയ അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. ഹല്ലേലൂയ കാരണം നിങ്ങൾ ഇതിന്റെ പേരിൽ ഒത്തിരി നിന്ന സഹിച്ചു, ഒത്തിരി വേദന സഹിച്ചു. ഹല്ലേലൂയ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞു എന്ന് കണ്ടപ്പോൾ പിശാച് അപവാദം പറഞ്ഞു. ഹല്ലേലൂയ അപവാദം പറഞ്ഞപ്പോൾ ആ വസ്ത്രം മാറിയിട്ട് സ്വർഗീയമായ പുതിയ വസ്ത്രം എന്ത് ചെയ്തു? യോശുവയ്ക്ക് ദൈവം ഇടിവിച്ചതായിട്ട് ഹല്ലേലൂയ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്ന പുരോഹിതനായ യോശുവയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ അതുപോലെ നിങ്ങളെ ആക്ഷേപിച്ച വിഷയത്തെ ദൈവം അഴിച്ചു മാറ്റിയിട്ട് ഹല്ലേലൂയ നിങ്ങൾ ദുഃഖം അനുഭവിച്ച, നിങ്ങൾ പരിഹാസം കേട്ട, നിങ്ങൾ നിന്ന കേട്ട അനുഭവത്തെ ദൈവം ഹല്ലേലൂയ എടുത്തു മാറ്റിയിട്ട് പുതുതൊന്ന് ശത്രുവിന് ഹല്ലേലൂയ അപവാദം പറയാൻ കഴിയാത്ത ഹല്ലേലൂയ നിലകളിൽ എന്തോ ദൈവം ഒന്ന് ചെയ്യുന്നു. അത് ഇന്നു രാത്രിക്കാലം അത് വെളിപ്പെട്ടു വരിക. ആ ഭാരം നീങ്ങിപ്പോകട്ടെ. നാളുകളായി നിങ്ങൾ അക്യൂസ് ചെയ്യുന്ന ഹല്ലേലൂയ ചില വേദനകൾ ഹല്ലേലൂയ ദൈവാത്മാവ് എടുത്തു മാറ്റുക. ശാലഖമാന വീരത്തമനഗടര ലബാര ഹർഷപ്രഭാരിയാന്തര ജുഡരഗച്ഛമാനകത്തുരാതര ലാബ ഹർഷപ്രഭാനിയാന്തര അതുനാ ജനഗച്ഛം പ്രേദിയാല. ഹല്ലേലൂയ ഹല്ലേലൂയ ചൂഷണം ചെയ്യപ്പെടുന്നത് പോലെ ഏതൊക്കെയോ മേഖലകൾക്കകത്ത് നിങ്ങളെ പിടിച്ചിരിക്കുന്ന നിരാശയെ ദൈവാത്മാവ് അഴിച്ചു മാറ്റിയിട്ട് ദൈവം നിങ്ങളെ മാനിക്കുന്ന ദിനങ്ങളാണിതെന്ന് ഹല്ലേലൂയ ദൈവാത്മാവ് ശക്തമായി ദൂതിനെ പ്രവചിച്ച് കൈമാറുക. അല്ലെങ്കിൽ വിശ്വസിച്ചോ ലാര ശംദരാധര ലാര ക്ഷമാനകത്തുരാധര. അല്ലെങ്കിൽ നിങ്ങൾ നിന്ന കേട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വേദനപ്പെട്ട, നിങ്ങൾ ഏറ്റവും അപമാനിക്കപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പുതിയൊരു പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നു. എന്തോ പുതിയ പ്രൊജക്റ്റുകൾ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തന്ന് നിങ്ങളെ മാനിക്കുന്ന ദിനങ്ങളാണ് ഇതെന്ന് ദൈവാത്മാവ് ശക്തിയോടെ ദൂത് പ്രവചിക്കുകയാണ്. ദൈവം നിങ്ങളെ മാനിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ മേലെ വിടുതലുകൾ സംഭവിക്കട്ടപ്പ. ഹല്ലേലൂയ ഫെബയാന്റെ ദൈവകാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യം ചെയ്യട്ടെ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാ. ഇന്ന് രാത്രി കാലം അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് രാത്രി പറഞ്ഞ ദൂതുകൾ ഒരിക്കൽ കൂടി കൈമാറി പ്രാർത്ഥിക്കുക. വിടുതലുകളെ കൈമാറിക്കൽ സ്വോത്ര. ഹല്ലേലൂയ അങ്ങ് സൗഖ്യം നൽകിയിരിക്കൽ സ്വോത്ര. അങ്ങ് രക്ഷ വസ്ത്രം ധരിപ്പിച്ചിരിക്കൽ സ്വോത്ര. അങ്ങയുടെ കൃപ പകർന്നിരിക്കൽ സ്വോത്ര. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ എല്ലാവരെയും നിർത്തിയാട്ടപ്പ. അഭിഷേകത്തോടെ നിർത്തിയാട്ടപ്പ. കൃപയോടെ നിർത്തിയാട്ടപ്പ. ഹല്ലേലൂയ നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയ. അതെ, ചുറ്റും പരിചയ സംരക്ഷകനായി കർത്താവ് കൂടെ ഇരിക്കുമല്ലോ. എല്ലാവരും ദൈവം മാനിക്കണം. ഹല്ലേലൂയ കർത്താവ് എല്ലാവരെയും ഉയർത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. സമയം അല്പം മുന്നോട്ട് പോയിട്ടുണ്ട്. സദയം ക്ഷമിക്കുക. ഹല്ലേലൂയ ദൈവാത്മാവിന്റെ നിയോഗങ്ങൾക്കനുസരിച്ച് ഞാൻ ശുശ്രൂഷിച്ചു. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയാണ് ശുശ്രൂഷിച്ച. എല്ലാവരുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതലുകളാണ് ഇത് മാറുകയാണ്. വിശ്വസിച്ച് നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയാൻ പോവുക. ദൈവം അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി ഇങ്ങനെ വിലപ്പെട്ട അവസരം മാറ്റിവെച്ച് തന്ന അഭിഷിക്തദാസൻ പ്രിയ ഹല്ലേലൂയ ഇവാൻസ് പാസ്റ്ററോട് പ്രത്യേകമായുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവ് തന്റെ ഭൃത്തിനെ മാനിക്കട്ടെ, സഭയെ മാനിക്കട്ടെ, ദാസിയെ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും സ്വർഗത്തിലെ ദൈവം എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും കൃപാവരങ്ങളാലും അഭിഷേകത്താലും നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ 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 ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾക്കായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ദൈവം മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിൽ വളരെ സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. ദൈവത്തിന്റെ അരുളപ്പാടുകളെ, ആലോചനകളെ, അഭിഷേകങ്ങളോട് നമ്മൾ അരുളി ചെയ്യുവാൻ ഇടയായി തീർന്നു. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു.
എന്റെ വലം കൈ എന്നെ താങ്ങി, എന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. രക്ഷയെന്ന പരിച നീ എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് എനിക്കെതിരെ വരുന്ന സകല ആയുധങ്ങളെയും തടുക്കുവാൻ കഴിയുന്ന ആ രക്ഷ എന്ന പരിചയായി അങ്ങന്റെ കൂടെയുള്ളതിനാ ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി ഓരോ വ്യക്തികൾക്കകത്ത് രക്ഷ എന്ന പരിചയുടെ വലിയ കവറിങ് ഇപ്പോൾ വെളിപ്പെടട്ടെ. കർത്താവിന്റെ അഭിഷേകത്തിലൂടെ കേൾപ്പിക്കപ്പെട്ട ദൈവിക അരുളപ്പാടുകൾക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പിതാവ്, ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക അരുളപ്പാടുകൾക്കായി ഇന്ന് രാത്രി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിനകത്തുനിന്നുകൊണ്ട് വചനത്തിന്റെ വെളിപ്പാടുകളെ ഞങ്ങളോട് കൈമാറിയല്ലോ. ചില വീടുകൾക്ക് അത് വിടുതലായി, ചില തലമുറകൾക്ക് അത് അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥനയുടെ മറുപടികളിൽ തടഞ്ഞ പാഴ്സി രാജ്യത്തിന്റെ പ്രഭുവിനെ വെട്ടിക്കളയാ ദൈവത്തിന്റെ ദൂതനെ അയച്ചതുപോലെ ഇന്ന് രാത്രിയിൽ തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ തടയുന്ന ഇരുട്ടിന്റെ മേഖല പാളികളെ തകർത്തുകൊണ്ട് നിൽക്കാൻ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അൽ ഹസ്മാന റാം തഖായാന്തനമ. ഈ രാത്രി പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടട്ടെ. പ്രാർത്ഥനയുടെ തലങ്ങൾക്കകത്ത് മറുപടികൾ കാണട്ടെ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമായി മാറണം. ഇന്ന് രാത്രി സ്വർഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വൻകാര്യങ്ങളെ ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചു കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷേകത്തിന് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ശുശ്രൂഷകളെ ആദരിക്കണം, ശക്തമായി പിന്നെ ഉപയോഗിക്കണമേ. കർത്താവിന്റെ ദാസിക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവ് മാനിക്കുമാറാകണമേ. കർത്താവിന്റെ അഭിഷേകത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭ, കുടുംബാംഗങ്ങൾ, പ്രവർത്തന മേഖലകൾ, എല്ലാ ഏറിയകൾക്കും ദൈവത്തിന്റെ വലിയ ഗ്ലോറി വെളിപ്പെടുവാനിടയാക്കണമേ. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളുടെ അഭിഷേകത്തിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമാകട്ടെ. മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ പകരണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. സ്വസ്ഥതയോടെ ഞങ്ങളെ മടക്കി അയക്കണം. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. കർത്താവേ, ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിലും പിന്നെയും ഞങ്ങളുടെ കൂടെ സംസാരിക്കണം. ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. സകല പ്രാർത്ഥനകളും യാചനകളും കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആശീർവാദത്തോടെ നമുക്ക് മടങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപ, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഈ രാത്രി വചനം സംസാരിച്ച കർത്താവിന്റെ വിലപ്പെട്ട അഭിഷിക്തനോട് എല്ലാ ദൈവമക്കളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തിരം ജയം തന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടി മഹത്വം കരേറ്റിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ.